പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കുമോ? ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവിൽ ബഹുമാന്യനും അനുഗ്രഹീതനുമായ ഈ സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ കുടുംബം, ഇവിടെയായിരിക്കുന്ന ബഹുമാന്യരായ സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, വാത്സല്യ പിതാവ്, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ ആദ്യമായി അറിയിക്കും. പല സ്ഥലങ്ങളിൽ കടന്നു പോയിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിലെ വലിയൊരാഗ്രഹവും വലിയൊരു അഭിവാഞ്ചയുമായിരുന്നു ഇംഗ്ലണ്ടിൽ വരിക എന്നുള്ളത്. അതിന് പല കാരണങ്ങളും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു സ്കൗട്ടായിരുന്നു. സ്കൗട്ട് പ്രസ്ഥാനം ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ്. സ്കൗട്ടിൽ സാധാരണ ഉപയോഗിക്കുന്നൊരു പാട്ടുണ്ട്. അതിനകത്ത് ഒരു വരി ഇതാണ്: തേംസ് നദിയുടെ തീരത്ത് ബേഡൻ ഭവൽ സ്ഥാപിച്ചു. അപ്പോൾ തേംസ് നദി, ഇംഗ്ലണ്ട് ഒക്കെ കൊച്ചു പ്രായത്തിൽ മനസ്സിൽ കയറി. അത് കഴിഞ്ഞ് ഞാൻ YMCA പ്രവർത്തിച്ചു. YMCAയുടെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി വിഭാഗത്തിൽ അതിൻ്റെ കേരളത്തിൻ്റെ സെക്രട്ടറിയായും ചെയർമാനായും പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായി. YMCAയെ കുറിച്ച് പഠിച്ചപ്പോൾ യൂറോപ്പിലുണ്ടായ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ ഗ്രാമങ്ങളിലുണ്ടായിരുന്ന ചെറുപ്പക്കാർ തൊഴിൽ തേടി പട്ടണങ്ങളിലേക്ക് വന്നു. ഗ്ലാസ്ഗോ, ലിവർപൂൾ, മാഞ്ചസ്റ്റർ, ലണ്ടൻ തുടങ്ങിയ പട്ടണങ്ങളിൽ വന്ന് തൊഴിൽശാലകളിൽ പണിയെടുക്കുകയും വളരെ തുച്ഛമായ വേതനത്തിന് വെളുപ്പിനെ മുതൽ രാത്രി വരെ പണിയെടുത്ത് വളരെ ക്ഷീണിച്ച് ശരിയായ വേതനം കിട്ടാതെ ആ തൊഴിൽശാലകളിലെ ചരിപ്പുകളിൽ കിടന്നുറങ്ങി ജീവിതം അടുത്ത് മുരടിച്ചപ്പോൾ അവർ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് തിന്മകൾക്കും അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും അടിമകളായി തീർന്നു. അവരുടെ മോശമായ പോക്ക് കണ്ടിട്ട് അവരെ മടക്കിക്കൊണ്ടുവരുവാനും ദൈവിക പ്രത്യാശയിൽ അവരെ നിലനിർത്തുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അവർ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനും വേണ്ടി അന്ന് ഒരു ടെക്സ്റ്റൈൽ മിൽ തൊഴിലാളിയായിരുന്ന ജോർജ് വില്യംസ് എന്ന ചെറുപ്പക്കാരൻ ആരംഭിച്ച പ്രാർത്ഥനാ കൂട്ടമാണ് ലോകവ്യാപകമായി വളർന്നു വന്ന YMCA പ്രസ്ഥാനം. അന്ന് അതിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഇന്ന് പല സ്ഥലങ്ങളിലും അതിൻ്റെ ലക്ഷ്യം തെറ്റിയിട്ടുണ്ട് എന്നുള്ളതിൽ രണ്ട് പക്ഷമില്ല. ഞാൻ ദീർഘമായ കാൽനൂറ്റാണ്ട് ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് വിവിധ തലങ്ങളിൽ നേതൃത്വം നൽകുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതേ കാലയളവിൽ നശിക്കുന്ന കുട്ടികളെ കണ്ടുകൊണ്ട്, തെരുവോരങ്ങളിൽ അലയുന്ന കുട്ടികളെ കണ്ടുകൊണ്ട് അവരെ ഒരുമിച്ച് കൂട്ടി അവർക്ക് മോറലായ സ്റ്റഡീസ്, അതിലുപരിയായി ദൈവവചനം പങ്കിട്ട് കൊടുത്ത് അവരെ ദൈവകൃപയിൽ ദൈവമക്കളായി വളർത്തുവാൻ റോബർട്ട് റോയ്റ്റ്സ് എന്ന പത്രപ്രവർത്തകൻ ആരംഭിച്ചതാണ് സൺഡേ സ്കൂൾ പ്രസ്ഥാനം. പിന്നീട് അത് സഭകൾ ഏറ്റെടുത്തേ ഉള്ളൂ. ലോക സുവിശേഷീകരണത്തെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കുന്ന ബൃഹത്തായ ഒരു സംഘടനയുണ്ട്. അതിൻ്റെ സ്ഥാപകൻ ഇംഗ്ലണ്ടുകാരനാണ്. അദ്ദേഹം പഠിച്ചിരുന്ന ഹൈസ്കൂളിൻ്റെ എതിർ സൈഡിൽ ഒരു നദിയുണ്ട്. നദിക്കക്കരെ ഒരമ്മച്ചി പാർത്തിരുന്നു. അമ്മച്ചി നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നു, ദൈവമേ, ഇംഗ്ലണ്ടിനെ ഉണർത്താനായിട്ട്, ഇംഗ്ലണ്ട് മുഴുവൻ സുവിശേഷം അറിയിക്കാനല്ല, ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കാൻ വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ നിന്റെ കരങ്ങളിൽ ഒരു ചെറുപ്പക്കാരനെ ഇവിടെ നിന്നെടുത്ത് അവനെ ഉപയോഗിക്കണം. ആ അക്കരെ കാണുന്ന ഹൈസ്കൂളിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനെ എടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവം എടുത്ത ചെറുപ്പക്കാരനാണ് ജോർജ് വെർവർ. അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനമാണ് ഓപ്പറേഷൻ മൊബിലൈസേഷൻ. ഇങ്ങനെ വ്യത്യസ്തമായ ഞാൻ പഠിച്ചിട്ടുള്ള, ഞാൻ പങ്കാളിയായിട്ടുള്ള പ്രവർത്തന മേഖലകളുടെ എല്ലാം തുടക്കവും വളർച്ചയും ഈ മണ്ണായതുകൊണ്ട് ഈ രാജ്യം കാണുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അതിലൊക്കെ ഉപരി കൽക്കരി തൊഴിലാളിയായ ആളുകൾക്ക് വേണ്ടി നടത്തിയ ഒരു പ്രാർത്ഥനാ കൂട്ടത്തിൽ സെയിന്റ് ജോഷുവ എന്ന് പറയുന്ന ഒരു ദൈവദാസന്റെ 60 പേരെ അദ്ദേഹത്തിന്റെ മുൻപിലുള്ള അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്: ദൈവമേ, ഈ പട്ടണത്തെ വെയിൽസിനെ ഉണർത്താനല്ല, ഇംഗ്ലണ്ടിനെ മുഴുവൻ ഉണർത്താൻ ഒരു ചെറുപ്പക്കാരനെ നീ എടുക്കണം. അത് ഈ കൂട്ടത്തിൽ നിന്നാകണം. ഒരു ഖനി തൊഴിലാളി മതി, വിദ്യാസമ്പന്നൻ വേണമെന്നില്ല. ലോകത്തിന് ഉന്നതന്മാരായ മിഷണറിമാരെ, മെഡിക്കൽ മിഷണറിമാരെ സംഭാവന ചെയ്ത രാജ്യമായിരുന്നെങ്കിലും ആ
സെയ്ദ് ജോഷുവ എന്ന ദേവദാസന്റെ പ്രാർത്ഥന സാധാരണക്കാരൻ മതിയെന്നായിരുന്നു. ആ കൂട്ടത്തിലുണ്ടായിരുന്ന കൽക്കരിഖനിയിലെ തൊഴിലാളിയായ ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് വിദ്യാഭ്യാസമില്ല, പ്രാപ്തി കുറവാണ്, ഞാൻ ഒരു ഖനി തൊഴിലാളിയാണ്, പക്ഷെ വെയിൽസിനെ ഉണർത്താൻ എന്നെ എടുക്കണമെന്ന് പ്രാർത്ഥിച്ചതിന് അദ്ദേഹം ഉപയോഗിച്ച മറ്റൊരു പദമുണ്ട്, അങ്ങേക്ക് എന്നെ വളയ്ക്കണമെങ്കിൽ വളയ്ക്കാം, ഒടിക്കണമെങ്കിൽ ഒടിക്കാം, എങ്ങനെ എന്നെ അങ്ങേക്ക് രൂപാന്തരപ്പെടുത്തണോ അതിനുവേണ്ടി റീമോൾഡിങ്ങിനായി ഒരു പുതുക്കിപ്പണിയല്ലായി എന്നെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സിൻസിയറായി സമർപ്പിച്ചു. ആ ചെറുപ്പക്കാരൻ്റെ മേൽ ദൈവം തന്നെ അഭിഷേകം പകർന്നു. വെയിൽസിന്റെ ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിച്ച ആ ഉണർവിലൂടെ ലോകം മുഴുവൻ ആത്മീയ അഗ്നി കത്തിപ്പടരുവാൻ ദൈവം മുഖാന്തരമാക്കിയ ഇവാൻ റോബർട്ട്സ് എന്ന ചെറുപ്പക്കാരനായിരുന്നു. ഇവാൻ റോബർട്ട്സ് എന്ന ഭക്തനായിരുന്നു ആ മനുഷ്യൻ. ഇങ്ങനെ ഇംഗ്ലണ്ട് ലോകത്തിന്റെ ശ്രദ്ധയിൽ പല നിലയിലുണ്ടെങ്കിലും എൻ്റെ ചെറിയ പ്രായം മുതൽ എൻ്റെ കാഴ്ചപ്പാടിൽ വിവിധ നിലകളിൽ സാമൂഹികമായും ആധ്യാത്മികമായുള്ള പരിഷ്കരണത്തിന് വേണ്ടി വളരെ അധ്വാനിച്ച, വളരെ വില കൊടുത്ത ഒരു രാജ്യം, ഈ രാജ്യത്ത് വരുവാൻ, ഈ രാജ്യം കാണുവാൻ, ഇവിടെയുള്ള മലയാളികളായ ദൈവമക്കളോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ഈ രാജ്യത്തിൻ്റെ പൗരാണികതയും പാരമ്പര്യവും ചരിത്രവും മനസ്സിലാക്കുവാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളെക്കാളൊക്കെ വ്യത്യസ്തമായ ഒരു മാനസികാവസ്ഥയിലും വൈകാരികമായ ഒരു അനുഭവത്തിലുമാണ് ഞാൻ ഇപ്പോൾ ഈ നിമിഷങ്ങളിലൂടെ നിൽക്കുന്നത്. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ദൈവം ഞങ്ങൾക്ക് 2 മക്കളെ തന്നിട്ടുണ്ട്. എൻ്റെ മകൻ 8 വയസ്സ് പ്രായമുള്ളപ്പോൾ കർത്താവിൻ്റെ പേരയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിതനായ അവന് 24 വയസ്സുണ്ട്. അവൻ്റെ സമർപ്പണത്തിൽ നിന്ന് കൃപയാൽ അവൻ പിന്മാറിയില്ല. ദൈവവചനം പഠിക്കുവാനായിട്ട് അവൻ ആഗ്രഹിച്ചു. സോഷ്യൽ വർക്കിൽ അവൻ ബാച്ചിലേഴ്സ് ഡിഗ്രി എടുത്തു. ദൈവവചനം പഠിക്കാനായിട്ട് വളരെ പ്രാർത്ഥനയോടെ അവൻ സമർപ്പിച്ച് അന്വേഷിച്ച് ഈ രാജ്യത്തിൻ്റെ അയൽ രാജ്യമായ നെതർലാൻഡ്സിൽ ആംസ്റ്റർഡാമിൽ ഒരു ബൈബിൾ കോളേജിൽ MD പഠിക്കാൻ അഡ്മിഷൻ കിട്ടി. ഇതിന് പിന്നിലുള്ള ഒരു വലിയ ദൈവകൃപ, 100% സ്കോളർഷിപ്പോടുകൂടെയാണ് അവന് അഡ്മിഷൻ ലഭിച്ചത്. ഈ ബുധനാഴ്ച രാവിലെ അവൻ പോവുകയാണ്. എന്നോട് നിൽക്കുമ്പോൾ എൻ്റെ സഭയും ഞാൻ നേതൃത്വം കൊടുക്കുന്ന എൻ്റെ സെൻ്ററിലുള്ളതായ കർത്തദാസന്മാരും ദൈവമൊക്കെ ഞങ്ങളെ സ്നേഹിക്കുന്ന ആ സ്നേഹിതരും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുമായി ഏകദേശം 250ഓളം ആളുകൾ ഞാൻ ശിശുവിളിക്കുന്ന സഭയുടെ ഹോളിൽ എൻ്റെ മകന് വേണ്ടിയുള്ള യാത്രയ്ക്ക് ഉപയോഗം നടന്നുകൊണ്ടിരിക്കും. ദുഃഖമല്ല എനിക്ക്, സന്തോഷമുണ്ട്. ഈ സമയത്ത് അവിടെ ഉണ്ടാകാത്ത ഭാരമുണ്ടെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെയായി. ദൈവനെ അനുഗ്രഹിപ്പാൻ, അവൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽപ്പാൻ, ദൈവത്തിൻ്റെ വചനം പഠിച്ച് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി, ദൈവത്തിന് കൊള്ളാകുന്നവനായി, ദൈവസന്നിധിയിൽ നിലനിൽപ്പാൻ ദൈവമക്കളായ നിങ്ങളുടെ ഈ പ്രാർത്ഥന ഞാൻ ഈ അവസരത്തിൽ ചോദിക്കുന്നു. ലാസ്റ്റ് ഞാൻ കൂടെ കൗൺസിലോയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഞാൻ അവനെ വിളിച്ചു. എല്ലാവരും വന്നു, യോഗം തുടങ്ങാൻ പോവാണെന്ന് എന്നോട് പറഞ്ഞു. യാത്രയുടെ യോഗം അവിടെ നടക്കുമ്പോൾ ഒരപ്പൻ എന്ന നിലയിൽ എനിക്കുള്ളതായ മാനസികമായ വൈകാരികമായ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ പേറിപ്പോയതും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയതുമാണ്. ദയവായി നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, എൻ്റെ പൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവമക്കൾ, ദൈവത്തിൻ്റെ
ദൈവത്തിന്റെ സഭയാണ് ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ദൈവസഭയായി നാം കൂടി വന്നിരിക്കുമ്പോൾ, സഭയുടെ അംഗങ്ങളായി നാം ആയിരിക്കുമ്പോൾ, നമ്മെ നമ്മൾ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു സഭയായി നിൽപ്പാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഒരു വ്യക്തിയായി നിൽപ്പാൻ എനിക്ക് കഴിയുന്നുണ്ട്. ദൈവത്താൽ നയിക്കപ്പെടുന്ന ദൈവസഭയുടെ ഭാഗമായ ഒരു കുടുംബമായി നിൽപ്പാൻ എൻ്റെ കുടുംബത്തിന് കഴിയുന്നുണ്ട്. നമ്മളൊക്കെ വളരെ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരും, പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്നവരും, പ്രാർത്ഥനയ്ക്ക് മറുപടി കാത്തിരിക്കുന്നവരും, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചാൽ സന്തോഷിക്കുന്നവരുമാണ്. ജോൺ എഫ് കെന്നഡി അമേരിക്കയുടെ പ്രസിഡന്റ് ആയപ്പോൾ ആദ്യം രാജ്യത്തോട് ചെയ്ത പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്: ഒരു അമേരിക്കൻ പൗരൻ എന്ന നിലയിൽ ഈ രാജ്യം എനിക്ക് എന്ത് തരും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഈ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി രാജ്യത്തിനായി എന്ത് ചെയ്യാൻ കഴിയും എന്ന് വേണം നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുവാൻ. രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്ന കാലം മുതൽ ദൈവരാജ്യത്തിന്റെ, ദൈവസഭയുടെ ഭാഗമായി തീർന്ന നാം ദൈവത്തിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു, ചോദിക്കുന്നു, വാങ്ങുന്നു. പക്ഷെ എനിക്ക് എന്ത് കിട്ടുമെന്നുള്ളതല്ല, ഞാൻ ദൈവവൈതലായതുകൊണ്ട് എന്ത് നേടാമെന്നുള്ളതല്ല, ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, എന്ത് കൊടുക്കാൻ കഴിയും. അതായിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ചിന്ത. ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. വെളിപ്പാട് 3:20. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. മതി. കർത്താവായ യേശുക്രിസ്തുവിൻ യോഹന്നാന് വെളിപ്പാട് കൊടുത്ത് ആ വെളിപ്പാടിൽ എഴുതിയിരിക്കുന്നതായ ഒരു ഭാഗമായത്. വെളിപ്പാട് പുസ്തകത്തെ 2 ഭാഗമായി കാണാൻ കഴിയും. ഒന്ന് ഇപ്പോഴുള്ളത്, 2 വരുവാനുള്ളത്. ഇത് എഴുതിയ കാലത്ത് ഇപ്പോഴുള്ളത് എന്ന പശ്ചാത്തലത്തിൽ എഴുതിയതായ വേദഭാഗമായത്. വെളിപ്പാട് പുസ്തകം എഴുതാനായിട്ട് ദൈവം ഉപയോഗിച്ചത് യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ യോഹന്നാനെയാണ്. യോഹന്നാൻ അപ്പോസ്തലൻ 5 പുസ്തകങ്ങൾ എഴുതി. അതിലൊന്നാമത്തെ പുസ്തകം യോഹന്നാന്റെ സുവിശേഷമാണ്. 4 സുവിശേഷങ്ങൾ ഒരുപോലെ നിൽക്കുന്നു എന്ന് പറയാൻ കഴിയുന്നില്ല. ആദ്യത്തെ 3 ഒരുപോലെ നിൽക്കുന്നു. അതുകൊണ്ട് അതിനെ സിനോപ്റ്റിക് ഗോസ്പൽ, സമാന്തര സുവിശേഷം എന്നറിയപ്പെടുന്നു. 4-ാമത്തെ സുവിശേഷമായി ബൈബിളിൽ ക്രമീകരിച്ചിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം മറ്റ് 3 സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അതിന്റെ തുടക്കം തന്നെ വ്യത്യസ്തമാണ്. ആദ്യം മുതലുള്ളത് എന്ന് പറഞ്ഞ് ആദിയിലുള്ള കർത്താവിനെ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ ഇറ്റേണിറ്റിയിലാണ് തുടങ്ങിയേക്കുന്നത്, നിത്യതയെ പറഞ്ഞാ തുടങ്ങിയേക്കുന്നത്. ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ലേഖനം തുടങ്ങുന്നത് അങ്ങനെയാണ്. ആദ്യം മുതലുള്ളത് ഞങ്ങൾ കേട്ടതും, ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും, ഞങ്ങൾ നോക്കിയതും, ഞങ്ങളുടെ കൈകൊണ്ട് ഞങ്ങൾ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് നിത്യതയെ പറഞ്ഞാ തുടങ്ങിയേക്കുന്നത്. ആ ജീവനാ ഞങ്ങൾക്ക് പ്രത്യക്ഷമായി. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ അത് മാത്രം വ്യത്യസ്തതയുള്ള പുസ്തകമായി നിൽക്കുകയാണ്. യേശുവിനെ അടുത്തറിഞ്ഞ യോഹന്നാൻ ജീവിതകാലത്ത് യേശു ഭൂമിയിൽ മനുഷ്യനായി ഉണ്ടായിരുന്നപ്പോൾ കണ്ടതുപോലെയല്ല യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത ശേഷം യേശുവിനെ കണ്ടത്. അതിന്റെ വ്യത്യസ്തത വെളിപ്പാട് പുസ്തകത്തിന്റെ ആദ്യ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. 2-3 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ
ഏഷ്യ മൈനറിലുള്ള 7 സഭകളോടുള്ള ദൂതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എഫെസോസിൽ പാർത്തുകൊണ്ട് ഏഷ്യ മൈനറിലുള്ള സഭകളുടെ ഉത്തരവാദിത്വം ചുമതല ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന യോഹന്നാൻ അവരെ മുൻകണ്ട് അവരെ മനസ്സിലാക്കി അവരുടെ അവസ്ഥയറിഞ്ഞ് അവർക്ക് എഴുതിയിട്ടുള്ള ദൂതാണ് 1, 2, 3 ലേഖനങ്ങൾ. വെളിപ്പാട് പുസ്തകത്തിന്റെ ഈ 2 അധ്യായങ്ങളിൽ 7 സഭകളെ പ്രത്യേകമായി കണ്ട് അവയോട് ദൂതറിയിച്ചിട്ടുണ്ട്. 7 സഭ എന്ന് പറയുന്നത് അന്നുണ്ടായിരുന്ന 7 പ്രാദേശിക സഭകളും അവരുടെ അവസ്ഥകളും അവരുടെ സാഹചര്യങ്ങൾ പറഞ്ഞ് ദൈവത്തിന്റെ ആത്മാവ് ആ സഭകളോട് അരുളി ചെയ്ത ദൂത് ആയിരുന്നു എങ്കിൽ അതിനെ മറ്റൊരു തരത്തിൽ പ്രവചനാത്മാവിൽ നമുക്ക് വ്യാഖ്യാനിച്ച് പഠിക്കാനായി കഴിയും. 7 സഭയെ 7 സഭാ കാലയളവായി തിരിച്ചിരിക്കുന്നു. ഏതാണ് 7 സഭാ കാലയളവുകൾ? ഏതാണ് സഭാ കാലയളവ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരിയിലെ യാഗത്തിൽ ദൈവത്തിന്റെ സഭ രൂപം കൊണ്ടത് മുതൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശത്തിലെ വരവിൽ സഭ രൂപാന്തരം പ്രാപിച്ച് ഉത്പ്രാവണം ചെയ്യുന്നത് വരെയുള്ളതായ ആ കാലഘട്ടമാണ് സഭാ കാലഘട്ടം എന്ന് പറയുന്നത്. ആ സഭാകാലത്തെ കൃപായുഗം എന്ന് പറയുന്നു. ആ കൃപായുഗത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇതിനെയാണ് പരിശുദ്ധാത്മയുഗം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയും ഇവിടെ കാണാം. അത് യോവേൽ പ്രവാചകൻ എഴുതിയിട്ടുണ്ട്. പത്രോസ് അപ്പോസ്തലൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അത് വ്യക്തമായി ചൂണ്ടി കാണിക്കുന്നുണ്ട്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ പിതാക്കന്മാർ സ്വപ്നങ്ങളെ കാണും. അന്നാളിൽ നിങ്ങളുടെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ എന്റെ ആത്മാവിനെ പകരും. അന്ത്യകാലത്ത്. അപ്പോൾ കൃപായുഗത്തിന്റെ മറ്റൊരു പേരാണ് അന്ത്യകാലം. അതേ കാലത്തിന്റെ മറ്റൊരു പേരാണ് പരിശുദ്ധാത്മയുഗം. സഭായുഗം, കൃപായുഗം, അന്ത്യകാലം, പരിശുദ്ധാത്മയുഗം ഇതെല്ലാം ഒരേ കാലയളവിനെ പറഞ്ഞിരിക്കുകയാണ്. ഈ കാലയളവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ സഭാ കാലയളവിനെ 7 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് എഫെസോസ് സഭയുടെ കാലയളവാണ്. AD 70 മുതൽ 170 വരെയുള്ളതായ കാലം. ഈ കാലത്തിന്റെ പ്രത്യേകത, എഫെസോസിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അയഞ്ഞ സഭ. ആദിമകാലത്ത് തന്നെ സഭയിൽ ദുരുപദേശങ്ങൾ കടന്നുകൂടി. ഇന്നോ ഒരുപാടുണ്ട്. ദുരുപദേശം നന്നായിട്ട് ഇന്നത്തെ സഭയിൽ കയറിയിട്ടുണ്ടില്ലേ? ഉണ്ട്. ഞാൻ ഇന്ന് പാസ്റ്ററോട് പറഞ്ഞ ഒരു സംഭവം അദ്ദേഹത്തിന് ആവർത്തന ദിവസം വരുമെങ്കിൽ ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാൻ പോവാം. എനിക്കറിയാവുന്ന ഒരു സഭയിൽ ഒരു ചെറുപ്പക്കാരൻ ആ സിറ്റിയിലുള്ള മറ്റൊരു സഭയിലേക്ക് പോകാൻ ഈ സഭയോട്, അവരുടെ മാതൃസഭയോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് പുതിയ സഭയിൽ പോയി. പുതിയ സഭയിൽ ചെന്ന് പാടാനൊക്കെ മിടുക്കനായിരുന്നു. അവന് പാടാൻ അവസരം കൊടുത്തു. വർഷിപ്പ് ലീഡറായി. അവനാണ് വർഷിപ്പ് ലീഡ് ചെയ്യുന്നത്. വർഷിപ്പ് ലീഡ് ചെയ്ത് ഒപ്പം വർഷിപ്പ് ലീഡ് ചെയ്ത ഒരു പെൺകുട്ടിയുമായി സ്നേഹബന്ധത്തിലായി. ആ സഭയിൽ വെച്ച് അവരുടെ വിവാഹം നടന്നു. കല്യാണമൊക്കെ നടന്ന് സന്തോഷമായിട്ട് അവർ ജീവിക്കുക. 9 മാസമായപ്പോൾ ഇവര് തമ്മിൽ പിണങ്ങി, അകൽച്ചയായി. വീട്ടിൽ വഴക്കിട്ടാലും ഞായറാഴ്ച 2 പേരും ചിരിച്ചുകൊണ്ട് വളരെ ഉല്ലാസഭരിതരായി വന്ന് വർഷിപ്പിലിടി. വീട്ടിൽ വഴക്കിട്ടിട്ട് വന്ന് ആരാധിക്കുന്ന ദമ്പതികൾ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആകെ മാസ്റ്റർ മാത്രമേ സ്തോത്രം പറയുന്നുള്ളൂ. എന്തായാലും സംഭവം കുറെ കൂടെ കലശലായി. ഇവര് 2 പേരൂടെ പെട്ടെന്ന് പറയട്ടെ, മ്യൂച്വലായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി ഡിവോഴ്സിന് ഫയൽ ചെയ്യാൻ. കോടതിയിൽ ഡിവോഴ്സ് ഫയൽ ചെയ്തിട്ട് അടുത്ത ദിവസവും അവരൊരുമിച്ച വർഷിപ്പ് ലീഡ് ചെയ്യും. കർത്താവിന് എന്തൊരിഷ്ടമായിരിക്കും. അധികം താമസിക്കാതെ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കോടതി ഇവർക്ക് വിവാഹമോചനം നൽകി. ഡിവോഴ്സ് കഴിഞ്ഞിട്ടും അവരൊന്നിച്ച വർഷിപ്പ് ലീഡ് ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങുമോ അന്യാഗ്നി ഇറങ്ങുമോ? കുറെ കഴിഞ്ഞപ്പോൾ ഇവൻ്റെ നല്ല കല്യാണം വേറെ വന്നു. കെട്ടാൻ തീരുമാനിച്ചു. ഇവന്റെ ആദ്യത്തെ കല്യാണം നടത്തിയ അതേ പാസ്റ്റർ തന്നെ വീണ്ടും കല്യാണം നടത്തി അതേ രജിസ്റ്റർ ബുക്കിന്റെ വേറെ ഒരു താളിൽ രജിസ്റ്റർ ചെയ്തു.
ചിരിക്കാൻ വേറെ അതിനേക്കാൾ രസമുള്ള ഒരു കാര്യമുണ്ട്. ഇവന്റെ ആദ്യത്തെ ഭാര്യ അന്നേരവും ആ കല്യാണത്തിന് പാട്ട് പാടാനും വർഷം ഇടിയാനുമുണ്ട്. കള്ളവല്ലേ പറയുന്നത്, യാഥാർത്ഥ്യമാണ് പറയുന്നത്. അവിടെ കുറെ കൂടെ കഴിഞ്ഞ് ആ ചർച്ചിലുള്ള മറ്റൊരു പയ്യനുമായിട്ട് അവളുടെ വിവാഹം വീണ്ടും അഡ്ജസ്റ്റ്മെന്റ് ആയി. കല്യാണം കഴിഞ്ഞിട്ട് ഇവർ ഒന്നിച്ച് പാടും. പിന്നെ ഞാൻ എത്തിച്ചോണ്ടിരിക്കുക, ഇവിടെ മറ്റവനുമായിട്ട് കല്യാണം നടന്നു. അപ്പോഴിവൻ അവളുടെ രണ്ടാം കല്യാണത്തിനും പാടാനുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയം, ഇതേത് പാസ്റ്ററാടാ ഇവരുടെ ഈ കല്യാണം ഇങ്ങനെ മാറി മാറി നടത്തി കൊടുക്കുന്നത്? ഇനി പാസ്റ്ററുടെ മകളുടെ കല്യാണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാവും. പാസ്റ്ററുടെ മോളെ കല്യാണം നടന്നു വലിയൊരു റിസോർട്ട്, കായലിലോട്ട് വിശാലമായ ഒരു സ്റ്റേജൊക്കെ ഉണ്ടാക്കി. അതിനകത്ത് 2 സിംഹാസനങ്ങളിട്ട് മനോഹരമായി അലങ്കരിച്ച് ചെറുക്കനെ പെണ്ണിനെ അവിടെ ഇരുത്തി. ബാക്കി ഓപ്പണിലുള്ള ആളുകൾ ഇരിക്കുന്നത് റിസോർട്ടല്ലേ, മനോഹരമായി ഇല്യൂമിനേറ്റ് ചെയ്തത്. രാത്രിയിലെ കല്യാണം സന്ധ്യയ്ക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു മായാ പ്രപഞ്ചമാണ്. പ്രത്യേകിച്ച് പുറകിൽ ഇങ്ങനെ കായലിനകത്തോട്ട് നല്ല വെള്ളത്തിൻ്റെ ഓളവും ആ ലൈറ്റും ഒക്കെ കൊണ്ട് ആകെ മനോഹരമായ ഒരു അന്തരീക്ഷമാണ് കല്യാണത്തിന്. പെണ്ണി ചെറുക്കന് മാത്രമേ സ്റ്റേജിലുള്ളൂ. ഒരു പാസ്റ്റർ വന്നു, പെട്ടെന്ന് 2 വാക്കിൽ പ്രാർത്ഥിച്ചു പോയിരുന്നു. അത് കഴിഞ്ഞ് അന്നേ മറ്റേ ഗ്രൂപ്പിൽപ്പെട്ട കക്ഷികളെല്ലാം കൂടെ വന്നു, ഒരുമിച്ച് അടിച്ചു തകർത്ത് 20 മിനിറ്റ് വർഷിപ്പ് നടത്തി സ്വർഗം താഴെ ഇറങ്ങിയല്ലോ. നിങ്ങൾ ആലോചിച്ചാൽ മതി. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഇവർ പോയിരുന്നു. പാസ്റ്റർ നടത്തിപ്പുകാരൻ വന്നു, അത് ഈ കൊച്ചിൻ്റെ ഏറ്റവും ഇമ്മീഡിയറ്റ് റിലേറ്റീവാണ്. വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രസംഗിച്ചു കൾച്ചറൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് മാരേജ്. 5 മിനിറ്റ് തൊട്ട് 7 മിനിറ്റ് വരെയുള്ള ഒരു സമയം. 2 പേരെ പിടിച്ചു നിർത്തിയിട്ട് ഉഭയസമ്മതം ചൊല്ലിച്ചു. ഉഭയസമ്മതം ചൊല്ലി ഒരു പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് നടത്തിപ്പുകാരൻ പോയി ആൾക്കൂട്ടത്തിലിരുന്നു. പെങ്കൊച്ചു വന്ന് നേരെ മുട്ടിന്മേൽ നിന്നു. ചെറുക്കൻ സ്റ്റഡിയായിട്ട് പുറകിൽ നിന്നു. ആളുകൾക്കൊക്കെ ഒരു സംശയം, എന്നാണ് പരിപാടി, ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരമ്മച്ചി ഒരു ആഭരണ പാത്രവുമായിട്ട് സ്റ്റേജിലേക്ക് വന്നു. കൂടെ ഒരു പെൺകുട്ടിയും വന്നു. അത് ഈ ചെറുക്കൻ്റെ പെങ്ങളാ. അമ്മച്ചി വന്ന് പാത്രം തുറന്നു, അതിനകത്തൊരു താലി ഉണ്ടായിരുന്നു. താലി എടുത്തു, ഈ പെണ്ണ് മണവാട്ടിയുടെ കഴുത്തെ വെച്ചു കൊടുത്തു. ചെറുക്കൻ കെട്ടി. അതുപോലെ ക്രിസ്ത്യാനിയുടെ കല്യാണത്തിന് കിട്ടുന്ന താലിക്കകത്ത് കുരിശാലയാണ്. ഹിന്ദുവിൻ്റെ താലിക്കകത്ത് ആലിലയാണ് അടയാളം, സർപ്പത്തിൻ്റെ തലയാണ്. അതിനകത്ത് മുകളിൽ ഇങ്ങനെ സർപ്പത്തിൻ്റെ പത്തി വരുന്ന പോലെ ഉള്ളത് വരച്ചു വെച്ചിട്ട് അതിൽ സൂര്യൻ, അവരുടെ ഭഗവാനായ എൻ്റെ അല്ല, സൂര്യൻ്റെ പടമൊക്കെ ഇങ്ങനെ കൊത്തി. അതാണ് നായർ ഫാമിലിയുടെ താലി. ഹിന്ദു മാർഗത്തിൽ നിന്ന് വന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതേലൊരു താലിയാണ് ഈ പെണ്ണിൻ്റെ കഴുത്തേൽ ഈ ചെറുക്കൻ കെട്ടിയത്. താലി അങ്ങോട്ട് കെട്ടിക്കഴിയുകയും ആൾക്കൂട്ടത്തിൻ്റെ ഭയങ്കര കൊരവേടി. എൻ്റെ ഏറ്റവും അടുത്തൊരു സ്നേഹിതൻ്റെ പാസ്റ്റർ ഈ സംബന്ധിക്കുന്നുണ്ട്. അവർ ഫാമിലി വൈസ് വളരെ അടുപ്പമുള്ള ആളുകളാണ്. അദ്ദേഹം അടുത്തിരുന്ന ആളോട് പറഞ്ഞു, എൻ്റെ ബ്രദറെ ഇനി ഒരു വെടിക്കെട്ടോടുണ്ടാകാൻ നന്നായിരുന്നു എന്ന് പറഞ്ഞു. പറഞ്ഞു തീരാത്ത താമസം കായലിൽ അറേഞ്ച് ചെയ്തിരുന്ന വലിയ 2 വള്ളങ്ങളിൽ നിന്ന് ഈ കല്യാണത്തിൽ എടുത്തതിനേക്കാൾ കൂടുതൽ സമയം വെടിക്കെട്ട്. മേപ്പോട്ട് ഇങ്ങനെ കത്തി അങ്ങോട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ അവിടെ ആ ഫയർ വർക്ക്സിൻ്റെ കാഴ്ച, പ്രത്യേകിച്ച് രാത്രിയിൽ ഈ ഇല്യൂമിനേഷനകത്ത്, അതും കായൽ പരപ്പിനകത്തുനിന്ന് ആ വെള്ളത്തിൻ്റെ സൈഡിൽ വെള്ളത്തിൽ എത്ര മനോഹരമാണ്. രോമാഞ്ചം അണിയിച്ച് കണ്ട ആളുകളെ. പക്ഷെ തമ്പുരാനും ഒറ്റ കാര്യമേ ഉള്ളൂ, പെങ്കച്ചു പോയി ആപത്തിൽ ചാടി. ചെറുക്കൻ നായരാണ്, അവർക്ക് അവരുടെ കല്യാണം വേണം, പാസ്റ്റർക്ക് പാസ്റ്ററുടെ കല്യാണം വേണം. ഒരു ധാരണയിലെത്തി. നമ്മളെന്തിനാ പിണങ്ങുന്നേ? 2 ഒന്നിച്ച് നടന്നോട്ട്. അവിശ്വാസികളോട് ഇടയില്ലാ പിണ കൂടരുത് എന്നാ പറയുന്നത്. ഇവിടെ എന്ത് സംഭവിച്ചു? കൂടി എന്നല്ല, കൂട്ടുകൂടി. അത്രയും പറഞ്ഞു നിർത്തുക. അയഞ്ഞ സഭ, ദുരുപദേശം വന്ന് കയറുന്ന സഭ. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉപദേശത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടോ? എവിടാ പാസ്റ്റർ ഈ ദുരുപദേശത്തിൻ്റെ അതിർവരമ്പുകൾ? ഭാഷാഭൂഷണിയിൽ അനേക വർഷങ്ങൾക്ക് മുൻപ് വന്നതായ അവരുടെ ഓരോന്നിലും ഓരോ കവർ സ്റ്റോറി ഉണ്ട്. അതിനെ അനുബന്ധമായിട്ടുള്ള ലേഖനങ്ങളാണ് സാധാരണ വരുന്നത്. ആ പ്രാവശ്യത്തെ കവർ സ്റ്റോറി ശ്ലീലം അശ്ലീലം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലേഖനം, സ്റ്റോറി റൈറ്റ് ചെയ്തത് EMS നമ്പൂതിരിപ്പാടാണ്. ശ്ലീലം അശ്ലീലം. അപ്പൊ ശ്ലീലത്തിന്റെയും അശ്ലീലത്തിന്റെയും അതിർവരമ്പുകൾ എവിടെയാണ്? എവിടെ? അറിയത്തില്ല.
കൾച്ചറിനെ പിടിക്കും, ജനവിഭാഗത്തെ പിടിക്കും, രാജ്യത്തെ പിടിക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷെ നിനക്ക് ശ്ലീലവും അശ്ലീലവും വേർതിരിച്ചു തരുന്നതായ ഒരു അതിർവരമ്പ് ദൈവത്തിന്റെ വചനം വെച്ചിട്ടുണ്ട്. അത് യൂറോപ്പിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ദൈവം വെച്ചിട്ടുള്ള ഉപദേശത്തിന്റെ അതിർവരമ്പുകളിൽ ലംഘിക്കുവാൻ ദൈവത്തിന്റെ വചനം നിന്നെ അനുവദിക്കുന്നില്ല. അത്രയും മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒന്നാമത്തെ സഭ അയഞ്ഞ സഭയാണ്, ദുരുപദേശത്തിൽ നിറഞ്ഞ സഭയാണ്. രണ്ടാമത്തെ സഭ സ്മിർന സഭയാണ്. സ്മിർന സഭ എന്ന് പറയുന്നത്, സ്മിർന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കയ്പെന്ന പീഡിത സഭയാണ്. AD 170 മുതൽ 312 വരെയുള്ള കാലയളവാണ്. ആ കാലമാണ് ലോകത്തിൽ ഏറ്റവും അധികം ദൈവത്തിന്റെ സഭയ്ക്ക് പീഡയുണ്ടായത്. ജീവനോടെ മനുഷ്യനെ ചുട്ടുകൊന്നത്, മനുഷ്യനെ മെഴുകുതിരിക്ക് പകരമായി ശീലകൾ ചുറ്റിയിട്ട് എണ്ണയൊഴിച്ച് മെഴുകൊഴിച്ച് തിരി കത്തിച്ച് കൊന്നത്, ജീവനോടെ വലിയ വലിയ കോട്ടകൾ പണിയാനുള്ളതായ ഇഷ്ടികകൾ മനുഷ്യനെ ജീവനോടെ ചവിട്ടി താഴ്ത്തി ഇഷ്ടിക ചുട്ടത്, മൃഗങ്ങൾക്ക് മുൻപിലേക്ക് വലിച്ചെറിഞ്ഞത്, രണ്ട് മരച്ചില്ലകളിൽ കാലുകൾ കെട്ടിയിട്ട് ആ മരച്ചില്ലകൾ തമ്മിലുള്ള ബന്ധം കെട്ടി നിർത്തിയത് അറുത്തുവിട്ടപ്പോൾ മനുഷ്യൻ രണ്ടായി കീറിയത്, മാതാപിതാക്കന്മാരുടെ മുൻപിൽ വെച്ച് കുഞ്ഞുങ്ങളെ അരിഞ്ഞു വീഴ്ത്തിയത്, അങ്ങനെ യാതൊരു വിധമായ മനസാക്ഷിയുമില്ലാതെ ഭക്തന്മാരെ കീറി മുറിച്ച് വെട്ടി തകർത്തെറിഞ്ഞ് അവരെ കൊന്നുകളഞ്ഞതായ ഏറ്റവും പീഡിപ്പിച്ചതായ സഭാകാലികളായിരുന്നു സ്മിർന സഭ. അത് പീഡിത സഭയായിരുന്നു. മൂന്നാമത്തെ സഭ പെർഗമോസ്. വലിയൊരു പെരുമഴ പെയ്തതിന് ശാന്തതയുണ്ട്. വലിയ ഉത്സവ പറമ്പില് വെടിക്കെട്ടും പടക്കെട്ടും മേളവും എല്ലാം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്തോ ഒരു ശാന്തതയുണ്ട്. പെർഗമോസ് സഭ സ്വൈരിണിയായ സഭയായിരുന്നു. AD 312 മുതൽ 606 വരെയുള്ളതായ കാലഘട്ടം. നാലാമത്തെ സഭ തുയഥൈര സഭ. തുയഥൈര സഭയുടെ പ്രത്യേകത ബലികർമാസക്തയായ സഭയാണ്. ആചാരങ്ങളും ബലികളും കർമ്മങ്ങളുമായിരുന്നു അവർക്ക് ഏറ്റവും പ്രധാനം. AD 606 മുതൽ 1520 വരെയുള്ള സഭാകാലയളവ്. അന്നാണ് വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ളത് പൂർണ്ണമായി സഭയിൽ നഷ്ടപ്പെട്ടിട്ട് കർമ്മത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്ന് കത്തോലിക്ക സഭ പഠിപ്പിച്ചത്. അന്ന് വേദപുസ്തകം കത്തോലിക്ക സഭ വിലക്കിയിരുന്നു, പുസ്തകത്തിനെതിരായി നിന്നു. അന്ന് അവർ പഠിപ്പിച്ചു, മുട്ടുമേലടിഞ്ഞു എടത്വ പള്ളിയിൽ ചെന്നാൽ ഇഷ്ടിക ചുമക്കുന്നതും ചരലിലേക്കൂടെ ആളുകൾ പള്ളിക്ക് ചുറ്റി വലം വെക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പല പള്ളികളിലും ഇതുപോലെ പലതും നടക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ചെന്ന് ഉരുണ്ടവരും ചെന്ന് ചോണി പോകുന്നവരുമായിരിക്കും. കർമ്മത്താലാണ് ഇതെല്ലാം കിട്ടുന്നത് എന്ന് വിചാരിച്ചു. അന്ന് ജർമ്മനിയിലെ വിറ്റൻബർഗ് പള്ളിയുടെ വികാരിയായിരുന്ന മാർട്ടിൻ ലൂഥർ തനിക്കും ഈ കർമ്മം ആവശ്യമാണെന്ന് വിചാരിച്ച് പള്ളിയുടെ സ്റ്റെപ്പുകളിലൂടെ മുട്ടയിലടിഞ്ഞു കയറുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു വാക്യം ഓതിക്കൊടുത്തു. 3 പ്രാവശ്യം ആ വാക്യം വേദപുസ്തകത്തിലുണ്ട്. My just shall live in faith. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. Praise the Lord. 1517 ഒക്ടോബർ മാസം 31-ാം തീയതി ആ മനുഷ്യന് ദൈവം കൊടുത്തതായ ദൈവിക വെളിപ്പാട് ഒരു വലിയ നവീകരണത്തിലേക്ക് സഭയെ നയിക്കുകയായിരുന്നു. ത്രിതൈര സഭയുടെ കാലഘട്ടം കഴിഞ്ഞിട്ട് സന്ദീപ് സഭയിലേക്ക് വരുന്നു. സന്ദീപ് സഭയുടെ പേര് തന്നെ നവീകൃത സഭയെന്നാണ്. AD 1520 മുതൽ 1750 വരെയുള്ള കാലഘട്ടമാണ് നവീകരണ സഭയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. വിശ്വാസത്താലുള്ള നീതീകരണത്താൽ മുന്നോട്ട് പോയി. തുയഥൈര സഭയുടെ കാലഘട്ടത്തിൽ, ബലികർമാസക്തയായ ആ സഭയുടെ കാലഘട്ടത്തിൽ, ഭക്തന്മാരെ കൊന്നുമുടിച്ച ആ കാലഘട്ടത്തിൽ ജോൺ ഹസ് എന്ന് പറയുന്ന ഭക്തനായ 90 വയസ്സിലധികം പ്രായമുള്ള ഒരു മനുഷ്യനെ, ഒരു ഭക്തനെ ദൈവവചനത്തിനു വേണ്ടി ദൈവത്തിനു വേണ്ടി നിന്നു വന്ന കാരണത്താൽ കത്തോലിക്ക സഭ ജീവനോടെ ചുട്ടുകൊല്ലുവാൻ തീരുമാനിച്ചു. ഒടുവിലായി അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അല്ലയോ വയോധിക, നിങ്ങളുടെ പ്രായം കൊണ്ട് നിങ്ങളെ ആദരിക്കുന്നു, നിങ്ങളോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്, നിങ്ങൾ ഇങ്ങനെ കൊല ചെയ്യപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ യേശുവിനെ തലപ്പുറ വേദപുസ്തകത്തെ ഉപേക്ഷിക്ക്, നിങ്ങളെ ഞങ്ങൾ വിടിവിക്കാം. അദ്ദേഹം പറഞ്ഞു, ഇത്രയും കാലം എന്റെ യേശു എനിക്ക് നല്ലവനായിരുന്നു, മരിക്കട്ടെ, ഞാൻ നല്ലവനായ കർത്താവിനോട് കൂടെ എത്രയും വേഗം ചേരുമല്ലോ.
ഒരു പ്രവചനം കൂടെ അദ്ദേഹം പറഞ്ഞു. ഒരു ഈയാമ്പാറ്റയെ പോലെ നിങ്ങൾ എന്നെ ജീവനോടെ ചുട്ടുകൊല്ലുകയാണ്. എന്നാൽ അധികം താമസിക്കാതെ ഈ ചാരത്തിൽ നിന്ന് അരയന്നെ ഉയർത്തു വരും. ആ അരയന്നം ആകാശവീഥികളിലേക്ക് പറന്നുയരും. മതമണ്ഡലങ്ങൾക്ക് അതിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല, പിടിച്ചൊതുക്കുവാൻ കഴിയുകയില്ല. ആ അരയന്നത്തിന്റെ വളർച്ച, അതിന്റെ ഉയർച്ച, അതിന്റെ പറക്കൽ ലോകത്തിൽ ആകമാനമായ ഒരു വലിയ നവീകരണം ഉണ്ടാക്കും. ജോൺ ഹസ് എന്ന ഈയാമ്പാറ്റ വെന്തു മരിച്ചെങ്കിൽ, ചാരമായെങ്കിൽ അടുത്ത ഒരരയന്നമാരായിരുന്നു എന്നറിയാമോ? മാർട്ടിൻ ലൂഥർ. മാർട്ടിൻ ലൂഥറിലൂടെ ആ നവീകരണം ലോകം കണ്ടു. അതിനുശേഷം ഭക്തന്മാരെ ദൈവം എടുത്തു. അവർ വിശ്വാസത്താലുള്ള നീതീകരണത്തിന് അപ്പുറത്തേക്ക് വിശ്വാസ സ്നാനത്തിലേക്ക് കടന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കുറിച്ചുള്ള വെളിപ്പാടുണ്ടായി. കൃപകളെ കുറിച്ചും കൃപാവരങ്ങളെ കുറിച്ചുമുള്ള വെളിപ്പാടുകൾ ഉണ്ടായി. അങ്ങനെ ദൈവത്തിന്റെ സഭ നവീകരണത്തിലേക്ക് മടങ്ങി വന്നു. ആ മടങ്ങി വരവ് കാണുന്നത് സർദീസ് സഭയുടെ കാലഘട്ടത്തിലാണ്. അന്നാണ് മാർട്ടിൻ ലൂഥർ 95 കാര്യങ്ങൾ വിറ്റംബർഗ് പള്ളിയുടെ വാതിക്കൽ എഴുതി വെച്ചത്. അവിടെ വരുന്ന ആളുകൾ കാണത്തക്കതുപോലെ. ജോൺ ഹസ്സിനെ ചുട്ടുകൊന്നെങ്കിലും മാർട്ടിൻ ലൂഥറിനെ ഒന്നും ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ദൈവം ഉയർത്തിയ ഒരരയണ്ണം തന്നെയായിരുന്നു. ജോൺ ഹസ് ചെയ്തതിനേക്കാൾ മാർട്ടിൻ ലൂഥർ ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയുടെ പടിവാതിക്കൽ വരുന്ന ജനം മുഴുവൻ കാണത്തക്കതുപോലെ നവീകരണത്തിന് വേണ്ടി സഭയുടെ തെറ്റ് വ്യക്തമായി എഴുതി വെച്ചു. അന്ന് സഭയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ അനാചാരങ്ങളൊന്നായിരുന്നു സെയിൽ ഓഫ് ഇൻഡൾജൻസ്, പാപമോചന ചീട്ടിന്റെ വിൽപ്പന. അച്ഛന്റെ അടുക്കലെന്ന് പറയുന്നു, ഞാൻ എന്റെ പാപം ചെയ്തു, മോചനം വേണം. അവനെ ആകെ കൂടെ പഠിച്ചവന്റെ ആസ്തിയും മനസ്സിലാക്കി, അവന്റെ പാപത്തിന്റെ ഘനവും മനസ്സിലാക്കിയിട്ട് അവനോട് പറയും, നീ ഇത്ര പൗണ്ട് കൊടുക്കുന്ന, ഡോളർ കൊടുക്കുന്ന, രൂപ കൊടുക്കുക. അവൻ കൊടുക്കേണ്ട തുക പറയും. അത് വാങ്ങിയിട്ട് അവന്റെ പാപം മോചിച്ചതായിട്ട് ഒരു ചീട്ട്, ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവന്റെ ചിന്ത, ഞാൻ ചെയ്ത എല്ലാ പാപവും പോയെന്ന. പണമുണ്ടോ പാപം ചെയ്യാം. കാര്യം പണം കൊടുത്താൽ പാപമോചനം കിട്ടും. ഇത്ര വലിയ ശുദ്ധ അനാചാരം, ശുദ്ധ അസംബന്ധം, വലിയ തെറ്റ് സഭ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. തെറ്റിലേക്ക് അവരെ നയിച്ചു. അതുപോലെയുള്ള ഘനമേറിയ വിഷയങ്ങൾ, സഭ ചെയ്യുന്ന തെറ്റുകൾ, കർമ്മത്താലെല്ലാം ലഭിക്കുമെന്നുള്ള പഠിപ്പിക്കലുകൾ, ഇതിനെ മുഴുവൻ തുടച്ചു മാറ്റി ആ തെറ്റ് മുഴുവൻ അവിടെ എഴുതി വെച്ചയാളായിരുന്നു മാർട്ടിൻ ലൂഥർ. അതിനുശേഷം വന്ന സഭയാണ് ഫിലാദൽഫിയ സഭ. നവീകരണം ഉണ്ടായി കഴിഞ്ഞപ്പോൾ വലിയ സ്നേഹമായി. ആദ്യകാലത്ത് നമുക്ക് വലിയ സ്നേഹം, കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരി സ്നേഹം കുറയും, പിന്നെ ഒരു ഇച്ചിരി പക വരും, പിന്നെ ഒരു ഇച്ചിരി അത് കൂടും. പിന്നെ ആരാധന കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പിന്നെ വീട്ടിൽ ചെന്നിട്ട് സഹോദരങ്ങളെ, അടുപ്പമുള്ള ആളുകളെ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ കുറിച്ച് ഈ പകയും ഈ വിദ്വേഷമൊക്കെ വെച്ച് കൊച്ചു കൊച്ചു സംഭാഷണം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതുകൊണ്ട് കർത്താവ് പറയുന്നൊരു വാചകം, വിവാഹ നിശ്ചയം ചെയ്ത നാളിൽ, ഇസ്രായേലിനോട് പറയുന്നു, വിവാഹ നിശ്ചയം ചെയ്ത നാളിൽ നിനക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴെവിടെ? ദൈവത്തോടുണ്ടായിരുന്ന സ്നേഹം വിട്ടിട്ട് അന്യ ദേവന്മാരെ കൊണ്ടുവന്ന് ദൈവത്തിന്റെ ആലയത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗത്ത് വെച്ച് പൂജ നടത്തി. പറഞ്ഞപ്പോ എരമ്യാവ് കൂടെ ദൈവത്തിന്റെ ആലോചന ഇസ്രായേലിനോട് പറയുന്നുണ്ട്, ഇസ്രായേലേ, എന്റെ മുൻപിൽ നിന്ന് മ്ലേച്ഛ വിഗ്രഹങ്ങളെ നീക്കിക്കളയുമെങ്കിൽ നിങ്ങൾ അന്യദേശത്ത് പരദേശികളായി പോകേണ്ടി വരികയില്ല. എവിടെ കേൾക്കാനാ? ഉപദേശം ആർക്ക് വേണം? ഈ ഉപദേശം എത്ര പഴച്ചനാ, എത്ര കേട്ടതാ, ഞങ്ങൾക്കറിയില്ലേ? കുറെ കഴിഞ്ഞിട്ട് പറഞ്ഞു, മുടക്കുന്ന ഉഷ്ണഭൂമിയിൽ നിന്ന് ഉഷ്ണ കാറ്റ് വരും, സൂക്ഷിച്ചു. നിന്നെ പുകച്ചു കളയുന്ന, പൊള്ളിച്ചു കളയുന്ന കാറ്റ്. ഞങ്ങൾക്കൊന്നും വിഷയമല്ല, എല്ലാം ഓക്കെയാ. ഇപ്പൊ വിദ്യാഭ്യാസമായി, ആരോഗ്യമായി, ബന്ധങ്ങളായി, പണമായി, സാഹചര്യങ്ങളായി, അതുപോലെ ഞങ്ങളെ ഒന്നും ചെയ്യാനൊക്കില്ല. അവൻ വേണ്ടി വന്ന നിലയിൽ പോയി. അപ്പൊ പറഞ്ഞു, സിംഹം പള്ളക്കാട്ടിൽ നിന്ന് ഇളകിയിരിക്കും. എന്താ പള്ളക്കാട്? പ്രസവിച്ചു കിടക്കുന്ന കാടാ. ഈറ്റപ്പുലി എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഒരു കോഴി പോലും മുട്ടയിട്ട് വരിച്ച കുഞ്ഞു കൂടുണ്ടെങ്കിൽ വീട്ടിലുള്ള ഒരാളാണെങ്കിലും അതിന്റെ അടുത്തേക്ക് ചെന്ന ചില സമയത്ത് ഓടി വന്ന് കൊത്തും. കാര്യം കുഞ്ഞിനോടുള്ള സ്നേഹമാണ്. അങ്ങനെയെങ്കിൽ പള്ളക്കാട്ടിൽ കിടക്കുന്ന സിംഹത്തിന് അതിന്റെ കുഞ്ഞിനോടുള്ള കരുതൽ നിമിത്തം അത്ര ശൗര്യമുണ്ട്, വൈരാഗ്യമുണ്ട്, ആരെയും തകർത്ത് കളയാൻ ശ്രമിക്കും. ഇസ്രായേലിനോട് പറയുക, നീ പാപം ചെയ്തത് കൊണ്ട് സിംഹം പള്ളക്കാട്ടിൽ നിന്ന് ഇളകിയിരിക്കുകയാണ്, സൂക്ഷിച്ചോളാൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളോട് ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ എന്തെങ്കിലും പാപം ചെയ്താൽ, തെറ്റിലേക്ക് പോയാൽ, ഉപദേശം അയഞ്ഞാൽ, ദൈവങ്ങളെ വിട്ടുപോയാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ കോപത്തിന്റെ കരം നിനക്കെതിരായിട്ട് ദൈവം നീട്ടിയാൽ സിംഹം പള്ളക്കാട്ടിൽ നിന്ന് ഇളകി വരും. ശത്രു നിന്നെ തകർത്ത് കളയുവാനിട വരും. വളരെ
വളരെ സൂക്ഷിക്കണം. വള്ളക്കാട്ടിൽ നിന്ന് സിംഹങ്ങളെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്നിട്ട് ഇസ്രായേൽ ജനം മനസ്സിലാക്കിയില്ല. ഇസ്രായേലിനെ വിടുവിച്ച മരുഭൂമിയിൽ മന്ന കൊടുത്ത്, തണല് കൊടുത്ത്, വെളിച്ചം കൊടുത്ത്, വെള്ളം കൊടുത്ത്, അത്ഭുതകരമായി ചെങ്കടൽ കൂടെ കൊണ്ടുവന്നതല്ലേ. ഇവിടെ കൊണ്ടുവന്ന് യോർദാനും കടത്തിക്കൊണ്ടുവന്ന് യെരിഹോവിന്റെ കോട്ടയും തകർത്ത് ദേശത്തെ അവകാശമായി വിഭാഗിച്ചു കൊടുത്ത അത്യുന്നതനായ ദൈവത്തെ, വാഗ്ദത്ത ഭൂമിയിലേക്ക് വഴി നടത്തിയ ദൈവത്തെ മറന്നിട്ട് അവരുടെ ആലയങ്ങളിൽ, ദൈവത്തിന്റെ ആലയത്തിൽ അന്യാരാധന നടത്തി, അന്യ ദേവന്മാർക്ക് പൂജ നടത്തിയത് തെറ്റാണെന്ന് അവർക്ക് തോന്നിയില്ല. ദൈവത്തിന്റെ സഭയ്ക്കകത്ത് ഉപദേശത്തിന്റെ പെശക് കടന്നുകൂടുമ്പോൾ സാരമില്ലെന്ന് വിചാരിച്ച് ഉപദേശം അയയുവാൻ ഇടവരരുത്. ന്യായപ്രമാണം അയഞ്ഞു പോകരുത്. ന്യായം വക്രതയായി വെളിപ്പെടരുത്. സൂക്ഷിക്കണം, നമ്മെ തന്നെ സൂക്ഷിക്കണം. അടുവിൽ തമ്പരാൻ പറഞ്ഞ നീ ഇരുന്നു, അതാ വരാൻ പോകുന്നു. ഇളകി എവിടുന്നാന്നറിയാമോ? ബാബേലിൽ നിന്ന്. ഒറ്റയാക്കണം, തൂത്തുവാരി രാജകൊട്ടാരത്തിലെ മുഴുവൻ കൊള്ളയടിച്ചു. അതിനെക്കുറിച്ച് വേദവസ്ഥയിലെ കരണ്ടി വരെ കൊണ്ടുപോയി, സ്പൂണെ കൊച്ചു സ്പൂൺ വരെ പാക്കിക്കൊണ്ടുപോയി കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ദേവാലയം പണിതപ്പോൾ അടിയിലാണ് വലിയ സ്വർണ്ണ പാളിയൊക്കെ ഇട്ടെന്ന് ആരോ പറഞ്ഞു കേൾപ്പിച്ചതുകൊണ്ട് ദേവാലയത്തിന്റെ അടിത്തറ വരെ ഇളക്കി മറിച്ചു. ചുറ്റുമതിലെല്ലാം ചുട്ട് ചണ്ടിക്കൂമ്പാരമാക്കി. രാജാവിന്റെ മുൻപിൽ വെച്ച് മക്കളെ വെട്ടിക്കൊന്നു. ഇവിടെ രാജാവിനെ പിടിച്ചുകൊണ്ടുപോയി കെട്ടിയിട്ടിട്ട് കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ഒരു കാഴ്ച വസ്തുവായി കൂത്തുകാഴ്ചയായി നടത്തി. ജനം അലഞ്ഞു നടക്കുക. ആ കാലത്ത് അവർ എഴുതിയ ഒരു സങ്കീർത്തനമുണ്ട്. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങളായിരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾക്ക് അറിഞ്ഞു. ഞങ്ങളുടെ കിന്നരങ്ങളെ അലരുവൃക്ഷങ്ങളെ പേർ തൂക്കിയിട്ടു. അവർ ഞങ്ങളോട് പറഞ്ഞു, ഇസ്രായേൽ ഗീതികളിലൊന്ന് ചൊല്ലുവിൻ, അന്യദേശത്ത് ഞങ്ങൾ എങ്ങനെ യഹോവയ്ക്ക് പാടും. വിടുതൽ പ്രാപിച്ച് കരക്കേറിയപ്പോൾ തപ്പെടുത്ത് നൃത്തം ചെയ്ത മിരിയാമമ്മച്ചിയുടെ കൂടെ കിന്നരം വായിച്ച് പാട്ടുപാടി ആരാധിച്ച ഒരു തലമുറ ഉണ്ടായിരുന്നു. അന്ന് ആരാധിക്കുവാൻ ഉപയോഗിച്ച വിടുതലിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയ കിന്നരം ഇന്ന് എവിടെ? മരത്തിന്റെ ചില്ലകളിൽ തൂങ്ങിക്കിടക്കുകയാണ്. ദൈവജനത്തിന്റെ ആത്മീയ ആരാധനയുടെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് വ്യക്തതയോടെ ഇന്ന് നീ മനസ്സിലാക്കുകയും നിന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യുകയും വേണം. നിന്റെ ആരാധന എങ്ങനെയുണ്ട്? നിന്റെ അവസ്ഥ എങ്ങനെയുണ്ട്? ശരിയായിട്ട് നമ്മളെ ഒന്ന് ശോധന ചെയ്യണം. ശരിയായിട്ട് ഫിലദൽഫിയ സഭ സഹോദര സ്നേഹമുള്ള സഭയാണ്. ഞാൻ ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ട കാലത്ത് നിന്റെ കൂട്ടവിശ്വാസിയോട് നിനക്കുണ്ടായിരുന്ന ഹൃദയത്തിലെ ആത്മാർത്ഥത, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ആത്മാർത്ഥത അതേ അളവിൽ ഇന്ന് നിനക്കുണ്ടോ? ഞാൻ പെന്തക്കോസ്ത് ചിന്തിച്ച് വളർന്നാണ് എനിക്കറിയാം. ഒരുപാട് കുറഞ്ഞു. കർത്താവ് പറഞ്ഞ ആദ്യകാലത്തെ സ്നേഹം പോയത് അത് വിശ്വാസികൾ തമ്മിലും പോയോ? ആരും അനങ്ങുന്നില്ലല്ലോ. പോയെന്നും ഇല്ലെന്നും സമ്മതിക്കാൻ വയ്യാത്തത് കൊണ്ട് ചിലർക്കൊക്കെ ഒരലസമായ തലയാട്ടൽ. കേട്ട് തലയാട്ടാനല്ല, പോയെങ്കിൽ മടങ്ങി വരാൻ, മാനസാന്തരപ്പെടാൻ ദൈവത്തിന്റെ ദൂത് അറിയിക്കുക. ഏഴാമത്തെ സഭ 1750 തൊട്ട് 1900 വരെ ആയിരുന്നു ഫിലദൽഫിയ സഭ, സഹോദര സ്നേഹമുള്ള സഭ. അതങ്ങോട്ട് കഴിഞ്ഞ ഏഴാമത്തെ സഭ വന്നു, ലവോദിക്ക സഭ. ലവോദിക്ക സഭ ഒരു പ്രത്യേകതയുള്ള സഭയാണ്. ഒടുവിലത്തെ സഭയാണ്. ഒടുവിലത്തെ സഭാ കാലയളവാണ് 1900 മുതൽ നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവ് വരെയുള്ള കാലം ഏഴാമത്തെ സഭയുടെ കാലമാണ്. യേശു വരാറായെന്നുള്ളത് ഞാൻ എടുത്തു പറഞ്ഞാൽ നിങ്ങൾ 1000 പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ആയോ? എപ്പോ വരും? അവൻ അടുക്കൽ വാതുക്കലായിരിക്കും. അവസാനത്തിന്റെ അവസാനത്തിലേക്ക് നാം വന്നേക്കുക. നേരത്തെ പറഞ്ഞ അന്ത്യകാലത്ത് സകല ചേർത്തും വരും. അന്ത്യകാലം തുടങ്ങിയത് സഭായുഗത്തിന്റെ ആരംഭത്തിലാണെങ്കിൽ അന്ത്യകാലത്തിന്റെ ഒടുക്കത്തിലേക്ക് വന്നേക്കാം. ഏഴാമത്തെ സഭയുടെയും ഒടുവിലെ പീരീഡിലേക്ക് വന്നേക്കാണെന്ന് നീ മനസ്സിലാക്കണം. എന്നാൽ ഈ സഭയ്ക്ക് വലിയൊരു പ്രശ്നമാണ്. ഈ സഭ അതിന്റെ ഗുണം മന്നോഷ്ണ സഭയാണ്. എന്താ സഭയാ? സന്തോഷമല്ല, മന്നോഷ്ണ സഭ. കർത്താവ് പറയുന്നു, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. നീ ശീതവാനോ ഉഷ്ണവാനോ
ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമണ്ണ് കളയും. അപ്പൊ നീ പാകത്തോ അതോ ദൈവം നിന്നെ ഉമണ്ണോ? ശരിക്കും ഞാനും ചോദിക്കട്ടെ, എന്നെ നോക്കണേ, മനസാക്ഷിയോട് ചോദിക്കാൻ വളരെ ശാന്തമായി ഞാൻ പറയാം. നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കുക, ശീതാവസ്ഥയാണോ ഉഷ്ണാവസ്ഥയാണോ അതോ ശീതോഷ്ണാവസ്ഥയാണോ? സത്യസന്ധമായിട്ടേ മറുപടി പറയാമോ? എന്നോട് പറയണ്ട, മനസാക്ഷിയിൽ പറഞ്ഞാൽ മതി. ശീത അവസ്ഥയിലാണോ ഉഷ്ണ അവസ്ഥയിലാണോ ശീതോഷ്ണ അവസ്ഥയിലാണോ? ബ്രദറെ, എന്ത് ആരാധനയ്ക്ക് വരാൻ? ഓ, വന്നില്ലെന്നേ ഉള്ളൂ വാസ്തവം. വേണേ വരാമായിരുന്നു, പിന്നെ വന്നില്ല. സഹോദരി, ഇത് യോഗത്തിന് പോകുന്നുണ്ടോ? ഒത്താ പോവും, പറ്റിയാലേ. പോയാലും പോയില്ലേലും ഒരുപോലെ. ശീതോഷ്ണമാണ്, മന്നോഷ്ണമാണ്. ചൂടുണ്ടോ? ഇല്ല. തണുപ്പനാണോ? അല്ല. എല്ലാം കൂടെ ചേർന്ന് മിക്സാണ്. ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ സഭയിൽ നടന്ന ദൈവത്തിന്റെ വൃക്ഷങ്ങളാണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം. ഈ വൃക്ഷങ്ങളായി പഠിക്കുമ്പോൾ ഒരു വൃക്ഷത്തിന് എന്താ ഉണ്ട്? വേരുണ്ട്, കായ്തടിയുണ്ട്, ശിഖരമുണ്ട്, ഇലയുണ്ട്, പൂവുണ്ട്, കായുണ്ട്. 25 വർഷം മുമ്പ് മലയാള മനോരമയിൽ വന്ന നല്ലൊരു വാർത്തയുണ്ടായിരുന്നു. കർണാടക സ്റ്റേറ്റ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റുകാർ പ്രസിദ്ധപ്പെടുത്തിയതായ ഒരു വാർത്തയാണ്. ആ വാർത്തയിൽ ഒരു ആലിനെ പരിചയപ്പെടുത്തിയിരുന്നു. ആല് ഒരു 500 കൊല്ലത്തെ പഴക്കമുള്ള ആലാണ്. ഏകദേശം 1 കിലോമീറ്ററിലധികം ചുറ്റളവിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ആലാണ്. ആൽവൃക്ഷം വളർന്നാൽ ഇങ്ങനെ തടിയിൽ നിന്ന് വീണ്ടും താഴോട്ടിറങ്ങി അത് തടിയാകും. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോകും, തടിയാകും. ഇതിനകത്ത് ഇപ്പോൾ ഒത്തിരി തടികളുണ്ട്. ആ തടികൾ തായ്തടി ഏതാന്ന് ഇപ്പം അറിയത്തില്ല, എല്ലാം ഒരുപോലെ. അതുപോലെ വളർന്നയാൽ ഇതിനെ മുകളിൽ ആയിരക്കണക്കിന് പക്ഷികൾ കൂട് വെച്ചിട്ടുണ്ട്. ഒരുപാട് മൃഗങ്ങൾ അതിൻ്റെ തണലിൽ വരുന്നുണ്ട്. ധാരാളം മനുഷ്യർ പിക്നിക്കിന് വരുന്നുണ്ട് അതിൻ്റെ കീഴിൽ, തണലും സന്തോഷവും ഒക്കെ തേടി. അതിൻ്റെ ഈ ചെറിയ മരത്തിൻ്റെ പൊത്തുകളിലും അതിൻ്റെ ആ തൊലിപ്പുറത്തും ഒക്കെ ആ ലക്ഷക്കണക്കിന് കൊച്ചു കൊച്ചു ജീവികൾ ചെള്ളുമ്പോഴും ഒക്കെ ഒത്തിരിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ജീവികൾക്ക് ഈ ആല് ഒരു അനുഗ്രഹവും ഒരു ആശ്വാസവും ഒക്കെ. 500 കൊല്ലത്തെ പഴക്കമുണ്ട്. ഡൽഹി താമസമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ട്. 2-3 പേരുണ്ട്. ഡൽഹിയിൽ നമ്മുടെ പ്രസിഡന്റ്, രാഷ്ട്രപതി താമസിക്കുന്ന രാഷ്ട്രപതി ഭവൻ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. രാഷ്ട്രപതി ഭവനകത്തൊരു ഗാർഡൻ ഉണ്ട്. ഏതാ? അത് ചോദിച്ചോന്നെ അവിടെ ഗാർഡൻ ഇങ്ങനെ അങ്ങനെയുണ്ട് ഒരു ഗാർഡൻ. പേര് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും. ഇതാ കുഴപ്പം. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാന. പാസ്റ്റർ പേര് പറഞ്ഞ അപ്പം ഞങ്ങൾ ശരിയാ എനിക്കറിയാവുന്ന പറയും. ഇതാ നമ്മുടെ കുഴപ്പം. ഏതാ? ശരിയാണല്ലോ, മുഗൾ ഗാർഡൻ. റൈറ്റ്, മുഗൾ ഗാർഡൻ. വളരെ പഴക്കമുള്ള ഗാർഡൻ. ബിൽഗേറ്റ്സ് ഒക്കെ ചെന്നപ്പോൾ രാഷ്ട്രപതി ആയിരുന്ന ആള് ബിൽഗേറ്റ്സുമായിട്ടുള്ള സംഭാഷണം നടത്തിയത് ആ മുഗൾ ഗാർഡനിലൂടെ നടന്നുപോയി. വളരെ മനോഹരമായ ഒരു ഗാർഡൻ. നമ്മളെ പോലെയുള്ള പബ്ലിക്കിന് കയറാനായിട്ട് ഫെബ്രുവരി മാസത്തിൽ അനുവാദമുണ്ട്. കയറിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറഞ്ഞ കക്ഷിയെ കണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു തിട്ടേല് ഒരു ചട്ടിയിൽ ഒരാലിരിപ്പുണ്ട്. 1.5 അടി ഉയരമേ ഉള്ളൂ. ചെന്ന് നോക്കാമെങ്കിൽ നല്ല ശക്തിയും കരുത്തുമുള്ള ഒരു തായ്തടിയുണ്ട്. മുകളിലോട്ട് നല്ല ശിഖരങ്ങളുണ്ട്. വേര് താഴോട്ടുള്ള അത് ഇങ്ങനെ താഴോട്ട് വീണ് കട്ടി പിടിച്ചതാണ്. ഇലയുണ്ട്, പൂവുണ്ട്, കായുമുണ്ട്. ഇത്രയേ ഉള്ളൂ. കർണാടകത്തിൽ നിൽക്കുന്നതിന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇതിനുമുണ്ട്. ഇല്ലേ? ഉണ്ട്. ഒറ്റ കുഴപ്പമില്ല. ഇനി അടുത്തോട്ട് എന്ന് ചോദിക്കണം, സഹോദര നീ ഇങ്ങനെ നിൽക്കുന്നില്ല ചട്ടിക്കകത്ത് ഇപ്പോഴും 1.5 അടി ഉയരമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ, കുഞ്ഞിന് എന്താ പ്രായമുണ്ട്? എന്നെ വേറെ കുഞ്ഞെന്നൊന്നും കയറി വിളിക്കരുത് കേട്ടോ. ഞാൻ അത്ര മോശക്കാരനല്ല. 500 വയസ്സിലധികം പ്രായം എനിക്കുണ്ട്.
കർണാടകത്തിൽ കണ്ട ആലിനും 500 വയസ്സുണ്ട്. ചട്ടിയിരിക്കുന്ന 1.5 അടി പൊക്കമുള്ള നമ്മുടെ കൊച്ചു കുള്ളനാലിന് എത്ര ഉണ്ട്? 500 വർഷത്തെ പഴക്കമുണ്ട്. ഈ കൊച്ചാലിൻ്റെ ഒരു പേര് പറയും, എന്താണെന്നറിയാമോ? ബോട്ടണി പഠിച്ചിട്ടുള്ളവർക്കറിയാം. അല്ലേ തന്നെ നമ്മളൊക്കെ ഈ പൊതുവിൽ കേൾക്കുന്ന നല്ല പേരുണ്ട്, ഭംഗിയുള്ള പേര്. എന്തുവാ പറഞ്ഞോ? ബോൺസായി. വർഷം തോറും എടുക്കും, വേരൊക്കെ വിട്ടും ഇലയൊക്കെ വിട്ടും തണ്ടൊക്കെ വിട്ടും വീണ്ടും നടും. ഇങ്ങനെ 500 കൊല്ലമായിട്ട് ഇവനെ പരിരക്ഷിച്ച് നിർത്തിയേക്കുക. അതിനും വേരുണ്ട്, തണ്ടുണ്ട്, തടിയുണ്ട്, ശിഖരമുണ്ട്, കായുണ്ട്, പൂവുണ്ട്, എല്ലാം ഉണ്ട്, പ്രായവുമുണ്ട്. വല്ല ഗുണവുമുണ്ടോ? ഒരുത്തന് പോലും തണല് കിട്ടുകയില്ല. ഒരു കിളിക്ക് പോലും കൂട് വെക്കാനുള്ള അവസരവും ഇല്ല. ഒരു മനുഷ്യനും അതുകൊണ്ട് പ്രയോജനമില്ല. കർണാടകത്തിലെ ആര് വടവൃക്ഷം പോലെ വളരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പറയാറുള്ളൂ. ഭാഷാ ശൈലിയ മലയാളത്തിൽ വടവൃക്ഷം എന്ന് പറഞ്ഞാൽ ആരാണ്? അതുപോലെ വളരണമെന്ന്. എന്നാൽ ഇവിടുത്തെ വടവൃക്ഷം ഉണ്ടല്ലോ, വളർന്ന് മുരടി ചുമലയടി പൊക്കത്തിൽ ഒരു ചട്ടിയിൽ നിൽക്കുക ബോൺസായി ആയിട്ട്. അവനെ കാണാൻ ചെല്ലുന്ന ലോകത്തിന്റെ രാഷ്ട്രത്തലവന്മാരും എല്ലാ ആളുകളും നോക്കും, കൊള്ളാം, കാണാനേ കൊള്ളാവൂ, കാണാൻ ഭേഷ. പല വിശ്വാസികളും ഇതുപോലെ. നീ ക്രിസ്തുവാകുന്ന തലയോളം വളരണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ആഹ്വാനം ചെയ്താല് നീ ക്രിസ്തുവാകുന്ന തലയോളം വളരത്തില്ല. പകരം എങ്ങനെ നിൽക്കുക? അവകാശവാദങ്ങളും പ്രായവും പഴക്കവും പാരമ്പര്യവുമായി ദൈവത്തിന്റെ സഭയ്ക്കകത്ത് നിൽക്കുകയാണ്. എനിക്കെല്ലാം ഉണ്ട്. സാക്ഷി പറയും, വേണേ ഞാൻ പ്രബോധിപ്പിക്കും, വേണേ ഞാൻ പ്രസംഗിക്കും, ഞാൻ കൃത്യമായി ദശാംശം കൊടുക്കും. എന്തിനായിരിക്കും കുഴപ്പം? എല്ലാം ഉണ്ട്. പക്ഷെ കർത്താവിന്റെ അളവുകോൽ കൊണ്ട് കർത്താവ് നിന്നെ അളക്കുമ്പോൾ 1.5 അടിയേ ഉള്ളൂ. ദൈവവചനപ്രകാരം വളർന്നാൽ നീ വളർച്ച പ്രാപിച്ചിട്ടില്ല. പ്രായത്തിനൊത്ത വളർച്ച പ്രാപിക്കാതെ നീ ആയിരിക്കുകയാണ്. പ്രായം കൊണ്ട് ഉപദേഷ്ടാകാനുള്ളതായ ആ കാലം കഴിഞ്ഞു എങ്കിലും ഇന്നും മുലകുടി മാറാത്ത ഒരു കുഞ്ഞിനെ പോലെ, ഒരു ശിശുവിനെ പോലെ നീ കഴിയുകയാണ്. പരസ്യപരമായി ആളുകൾ കാണുന്ന ഒരു ബോൺസായി ആയിട്ടല്ല ദൈവത്തിന്റെ പൈതലെ നീ ഇരിക്കുന്നത്. ഒരു വരവൃക്ഷമായി വളർന്ന് പന്തലിക്കുവാനിടയായി തീരാം. ആത്മീയ ഫലങ്ങൾ നൽകുന്ന ഒരു വൃക്ഷമായി നീ മാറണം. നമ്മൾ എങ്ങനെയാ നിൽക്കുന്നത്? എങ്ങനെയാ നിൽക്കുന്നത്? എന്റെ മാതൃസഭയിൽ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ആയി വന്ന ഒരാൾ അയാൾ സഭയിൽ വരാൻ ഒരു പ്രത്യേക മുഖാന്തരമുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടെ വന്നു. വന്നപ്പോൾ മാനസാന്തരപ്പെട്ടാണ്. ഞങ്ങളുടെ സഭയിൽ നിന്ന് പാസ്റ്റർ കുറേ പേരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. ആ സമയത്ത് ഒരു വീട്ടിലൊരു അമ്മച്ചിക്ക് ഭ്രാന്ത് പിടിച്ചു. സഭ അവിടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മച്ചിയുടെ ഭൂതാത്മാവ് വിട്ടുമാറി പൂർണ്ണ സൗഖ്യമായി. ആ വീട് മുഴുവനും അതിൻ്റെ അടുത്ത വീടുകൾ മുഴുവൻ സ്നാനമേറ്റി ഞങ്ങളുടെ സഭയിൽ വന്നു. അച്ഛൻ നല്ല ഒരു അച്ഛനാണെങ്കിൽ എൻ്റെ തൊട്ട് അടുത്ത പള്ളി ഒരതിര അച്ഛനും ഞാനും ഉള്ള സ്നേഹം. അച്ഛൻ നല്ല അച്ഛനും ഞങ്ങളോടൊക്കെ ഭയങ്കര കാര്യമാണ്. പക്ഷേ ഈ സഭയിൽ ഒരു 5-6 വീട് പോയപ്പോഴത്തേക്ക് അച്ഛൻ ആകെ പാടെ പ്രശ്നമായി. റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ പരസ്യമായ ഒരു സ്ഥലത്ത് വെച്ച് ഞങ്ങളുടെ പാസ്റ്റർ സൈഡിൽ നിന്ന് വന്ന് പാവം രൂപയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പ്രായമുള്ള ഒരാൾ അച്ഛനേക്കാൾ അല്പം കൂടെ പ്രായം കാണും. അച്ഛൻ എന്തായാലും കണ്ടപ്പോൾ അങ്ങോട്ട് സഹിച്ചു ഓടിച്ചെന്നിട്ട് ചോദിച്ചു, എടോ ഉപദേശി, ഇയാൾ എൻ്റെ പള്ളിയിലുള്ള എല്ലാവരെയും പിടിച്ചോളൂ അല്ലയെന്ന് ചോദിച്ചിട്ട് ഓടിച്ചെന്നിട്ട് ആ സങ്കടം കൊണ്ട് പിടിച്ചു പോയതാ. ഞാൻ ഒരൊറ്റ പിടി പിടിച്ച് ഒരു വരി വലിച്ചു. അപ്പൊ ഈ പട്ടാളക്കാരൻ അച്ഛൻ തൊട്ടടുത്ത് കടയുള്ളത് കണ്ടോണ്ടിരിക്കുക. അച്ഛൻ ഭയങ്കര കള്ളുകൂടിയാണ്. ചാടി ഇങ്ങനിടും. ഒരു ഉപദേശി ദൈവദാസന ആ ഉപദേശി ഇയാൾ കേൾക്കും. കുത്തിന് പിടിക്കുമെന്ന് ചോദിച്ചിട്ട് അച്ഛൻ്റെ കുപ്പായെല്ലാം കൂടെ ചുരുട്ടി പിടിച്ചു. അച്ഛൻ്റെ കുപ്പായം ചുരുട്ടി പിടിച്ച ഇടവക്കാരനെ പിന്നെ പള്ളിക്കാരൻ നിർത്തും മുടക്കി. പുള്ളിക്കാർ അത്താണി വേണ്ടേ ഞങ്ങളുടെ സഭയിൽ. അതിലൊക്കെ പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു, സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ടൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട്. പുതുതായിട്ട് ആരെങ്കിലും വന്നാൽ പ്രത്യേകിച്ച് ഇതുപോലെ ഹീറോയിസം കാണിച്ചിട്ട് വന്നവനാണെങ്കിൽ പെന്തക്കോസ്തുകാരുടെ തോളയിലോട്ട് അങ്ങ് വെക്കും. വചനം പറയുന്നവനെയും വേണ്ട, വചനം പഠിപ്പിക്കുന്നവനെയും വേണ്ട, ഉപദേശത്തിൽ നിലനിൽക്കുന്നവനെയും വേണ്ട. തോന്നിവാസമായി ജീവിച്ച് ജീവിതം നശിപ്പിച്ചിട്ട് ഇതിനകത്ത് വന്നെന്ന് പറഞ്ഞാൽ മതി, അവൻ ഹീറോയാണ്. അവൻ്റെ സാക്ഷ്യം പിള്ളേരെ കൊണ്ട് ഒരിക്കലും വെച്ച് എന്നോട് സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ പറഞ്ഞ ഭാഷകളെ എനിക്ക് നല്ല ഭംഗിയായിട്ടൊന്ന് ജീവിച്ച്
അടിച്ച് പൊളിച്ച് ഒരു ചട്ടമ്പി ഒരു ഗുണ്ടായൊക്കെ ആയി അങ്ങോട്ട് എല്ലാം ഞാൻ പിടിച്ചു പറിച്ച് പണമൊക്കെ ഉണ്ടാക്കി അങ്ങനെ നല്ലതായിട്ട് വേണം പിന്നെ എനിക്ക് സ്നാനപ്പെടാറ്. അപ്പൊ ഇവന്റെ ധാരണ നല്ലതാകുന്ന മറ്റതാണ്, സത്യമാണ്. ഞാൻ ചേട്ടൻ കാര്യം നടാതി ചോദിച്ചു. അങ്ങനെ ആകുമ്പോൾ ഞാൻ ചെല്ലുന്നിടത്തൊക്കെ എല്ലാവരും എന്നെ പൊക്കി പറയും, എല്ലാവരും എനിക്ക് സാക്ഷ്യം പറയാൻ സമയം തരും, പ്രസംഗിക്കാൻ സമയം തരും. പിന്നെ ഞാനല്ലേ ഹീറോ. അപ്പോൾ സകല തോന്നിവാസവും ചെയ്തിട്ട് വരുന്നവനെ ഇവിടെ ആരാകാനൊക്കത്തുള്ളൂ അവന്റെ ധാരണ. ഹീറോയാകാൻ പറ്റത്തുള്ളൂ എന്നാണ് അവൻ പഠിച്ചു വെച്ചേക്കുന്നത്. എന്തായാലും ഞങ്ങളുടെ അച്ചായൻ ഹീറോ ആയി കഴിഞ്ഞപ്പോൾ അവിടെ അച്ചായനോട് 12 പേരൊക്കെ പറയും, അച്ചായനില്ലെങ്കിൽ ഇവിടെ സഭ പോകത്തില്ല, അച്ചായനാണെന്നല്ല അച്ചായനാണ്. ചുരുക്കി പറഞ്ഞാൽ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അച്ചായൻ കയറി പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഇതിങ്ങനെ വേണം, ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്ററോട് പറയാം, അങ്ങനെയല്ല, ഈ കാര്യം ഇങ്ങനെ ചെയ്യട്ടെ. അങ്ങനെ പറഞ്ഞു. ഇവിടുത്തെ വിശ്വാസികൾ പറഞ്ഞു, ഞാനാണ് ഇവിടുത്തെ വലിയ ആളെന്ന്, ഞാൻ പറയുന്നതാണ് ശരിയെന്ന്, ഞാൻ പറയുന്ന പോലെ പോകേണ്ടതെന്ന്, ഞാനാണ് ഇവിടുത്തെ ഹീറോ എന്ന്. എന്നാ ഞാനാണോ പാസ്റ്ററാണോ ഹീറോ എന്ന് എനിക്കൊന്ന് കാണും. സംഭവം ആകെ കുഴപ്പത്തിലായി. ഹീറോയിസം കൊണ്ട് ആത്മവളർച്ച ഉണ്ടാകത്തില്ല. ഉണ്ടാകും, ആത്മീയ വളർച്ച ഉണ്ടാകത്തില്ല. ദൈവകൃപയിലാണ് നമ്മൾ ദൈവകൃപയില ഓരോരുത്തന് ലഭിച്ചതായ ദൈവത്തിന്റെ കൃപയ്ക്ക് ഒത്തമാണ്. ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രസംഗിക്കുന്നവനെങ്കിൽ പ്രസംഗത്തിൽ, പ്രവചിക്കുന്നവനെങ്കിൽ പ്രവചനത്തിൽ. നിനക്ക് ദൈവം തന്ന കൃപയ്ക്ക് അപ്പുറത്തൊന്നേ കയറി പിടിക്കരുത്. നിനക്ക് ദൈവം തന്നേക്കുന്ന കൃപയ്ക്ക് അപ്പുറത്തൊന്നിലെത്തി ചെയ്യരുത്, നീ കയറി പിടിക്കരുത്. യഹോവയുടെ പെട്ടകം നല്ലതാ, വീഴാൻ പോയപ്പോ താങ്ങിയതാ. തെറ്റ് ചെയ്തോ ഉത്സാഹ ചെയ്തതെന്തുവാ? വീഴാൻ പോയപ്പോ താങ്ങിയതാ. തമ്പുരാൻ പറയുന്നു, എന്റെ പെട്ടകത്തെ താങ്ങാൻ എനിക്കറിയാം, അത് വീണോട്ട്, പക്ഷെ നീ താങ്ങണ്ട. യോഗ്യതയില്ലാത്തവൻ ദൈവത്തിന്റെ പെട്ടകത്തിൽ താങ്ങരുത്. യോഗ്യതയില്ലാത്തവൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കരുത്. യോഗ്യതയില്ലാത്തവൻ പുൽപ്പിറ്റിൽ നിൽക്കരുത്. യോഗ്യതയില്ലാത്തവൻ ജനത്തെ നയിക്കരുത്. ദൈവം നയിക്കുവാൻ അഭിഷേകം ചെയ്തവൻ, ദൈവത്തിന്റെ കൃപ പകർന്നവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കട്ടെ, ജനത്തെ നയിക്കട്ടെ, പെട്ടകം ചുമക്കട്ടെ. സഭയെ അനുഗ്രഹിക്കപ്പെടാനുള്ള വഴിയാണ്. ഓബേദ്ഏദോമിന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. അവൻ താങ്ങാൻ പോയില്ല, പേടിച്ച വെച്ചോളാൻ പറഞ്ഞേ. അവന്റെ മനസ്സിനെയും ദൈവം കണ്ടത്. പെട്ടകം വന്നവന് വീടെന്തോ ചെയ്യാൻ തുടങ്ങി, അനുഗ്രഹിക്കപ്പെടണം. വീഴാൻ പോയപ്പോ താങ്ങിയവനെ അനുഗ്രഹിച്ചില്ല, വെറുതെ വെച്ചേക്കാൻ സ്ഥലം കൊടുത്തവനെ അനുഗ്രഹിച്ചു. റീസൺ എന്താണെന്നറിയാമോ? ആറ്റിറ്റ്യൂഡാ. രണ്ടുപേരുടെയും ഹൃദയത്തിന്റെ ആറ്റിറ്റ്യൂഡാ. നീ ദൈവസഭയിൽ വന്നു, ദൈവസഭയുടെ ഭാഗമാണ്, ദൈവത്തിന്റെ പൈതലാണ്. നിന്റെ ഹൃദയത്തിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണോ അതാണ് ദൈവം നോക്കുന്നത്. യെസ്, അർഹിക്കാത്ത ഒരിടത്തേക്ക് ഒരു സ്റ്റെപ്പ് വയ്ക്കുവാൻ നിനക്ക് ഇടയാകരുത്. ദൈവഹിതമല്ലാത്ത ഒരിടത്തേക്ക് കാൽച്ചുവലുകളെ വെക്കാൻ ഇടയാകരുത്. ഈ സാധാരണ പാസ്റ്റേഴ്സിന് ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒരു വിമാനം പറത്തുന്നത് ആരാ? പൈലറ്റാ. ഒരു വിമാനത്തിന് എത്ര പൈലറ്റ് ഉണ്ട്? പറഞ്ഞു 2. അതിന് 3 പറഞ്ഞല്ലേ? വലിയ പൈലറ്റാണെങ്കിൽ 3 അല്ലേ? അല്ല, വലിയ വിമാനമാണെങ്കിൽ 3. ഒരു വിമാനത്തിന് ഒറ്റ പൈലറ്റേ ഉള്ളൂ. ബാക്കിയുള്ളത് ആരാ? കോ പൈലറ്റ്. ഒരു സ്കൂളിന് എത്ര പ്രിൻസിപ്പൽ ഉണ്ട്? ഒറ്റ പ്രിൻസിപ്പലേ ഉള്ളൂ, ബാക്കിയൊക്കെ അസോസിയേറ്റ്സ് ആണ്. ഒരു കപ്പലിന് എത്ര ക്യാപ്റ്റൻ ഉണ്ട്? ഒറ്റ ക്യാപ്റ്റനേ ഉള്ളൂ. 2 പൈലറ്റോ 2 ക്യാപ്റ്റനോ 2 പ്രിൻസിപ്പലോ വന്നിരിക്കട്ടെ, കപ്പൽ മുന്നോട്ട് പോകുമോ? വിമാനം മുന്നോട്ട് പോകുമോ? സ്കൂൾ നന്നായി പോകുമോ? ഇല്ല. ഇവർ തമ്മിൽ സ്റ്റിയറിംഗ് പിടിക്കും. ഒരാൾ ലെഫ്റ്റ് സൈഡ്, ഒരാൾ റൈറ്റ് സൈഡ്. നോ. ദൈവത്തിന്റെ സഭയെ നയിക്കുവാൻ ദൈവം കാലാകാലങ്ങളിലാക്കി വെക്കുന്ന അഭിഷിക്തന്മാരുണ്ട്. ഒരു വിമാനം ആകാശത്തുകൂടെ പറക്കുമ്പോൾ അസോസിയേറ്റ് പൈലറ്റ്സ് ഉണ്ടെങ്കിൽ, കോ പൈലറ്റ് ഉണ്ടെങ്കിൽ, മാറിലേക്ക് ഞാൻ പറത്താമെന്ന് പറഞ്ഞ ഒരു കോ പൈലറ്റും വരത്തില്ല. പൈലറ്റിന്റെ ഉത്തരവനുസരിച്ച് കോ പൈലറ്റ് കയറിയിരിക്കും, പൈലറ്റ് മാറിക്കൊടുക്കും, അതുവരെ വരത്തില്ല. പക്ഷെ ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്, യാത്രയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ആരായിരിക്കും? പൈലറ്റായി. ഒരു വീടിനകത്ത് ഒരു നായകനുണ്ട്, ഇല്ലേ? ഇല്ലേ? ഉണ്ട്. ആരാ നായകൻ? ആരാ നായകൻ? ആണോ? പ്രൈസ് ദി ലോർഡ്.
പക്ഷെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാസ്റ്ററെ അവളാ അവിടുത്തെ ഭർത്താവ്. സംഭവിക്കുന്ന വീടുകളുണ്ട്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരുപാട് യാത്ര ചെയ്തവരും ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചവനും, ഒരു വീടിനകത്ത് എവിടെ അവൾ ഭർത്താവിൻ്റെ സ്ഥാനം ഏറ്റെടുത്ത് ആക്ട് ചെയ്തിട്ടുണ്ടോ ആ വീട് തകർന്നിട്ടുണ്ട്. അവിടുത്തെ പിള്ളേരനുസരിക്കാതെ പോയിട്ടുണ്ട്. എവിടെങ്കിലും തെറ്റ് പറ്റിയാൽ അവിടെ കൊണ്ട് മുഴുവൻ തെറ്റി. ദൈവം ഒരു ഭവനത്തിന് വെച്ച ഒരു വ്യവസ്ഥയുണ്ട്, ഒരു സഭയ്ക്ക് വെച്ച ഒരു വ്യവസ്ഥയുണ്ട്, ഒരു സമൂഹത്തിന് വെച്ച ഒരു വ്യവസ്ഥയുണ്ട്. ഒരു ഗവൺമെന്റിന്റെ പകരം വേറൊരു ഗവൺമെന്റ് ആഭ്യന്തരമായി ഉയർന്നു വന്നാൽ ആഭ്യന്തര കലാപം ഉണ്ടാകും, ആ രാഷ്ട്രം തകരും. സൊമാലിയയിലെ പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ കോലം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന്റെ തുടക്കം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? പട്ടിണി കൊണ്ടാണ് ഉണ്ടായതെന്ന് പറയുമെങ്കിലും അതിനു മുൻപ് എവിടെ ആഭ്യന്തര കലാപമുണ്ട്. മുഴുവൻ അടിച്ച് തകർത്ത് നശിപ്പിച്ച് ആ രാഷ്ട്രം തന്നെ ഛിദ്രമാവുകയാണ്. സകലതും വെടിഞ്ഞ് സ്വർഗമഹിമകൾ വെടിഞ്ഞ് താനലോകത്തിലേക്ക് വന്ന് തന്റെ ജീവൻ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് പീഡ സഹിച്ച് ദൈവത്തിന്റെ സഭയെ വിലയ്ക്ക് വാങ്ങിയ യേശു ക്രിസ്തു തന്റെ സഭയ്ക്ക് വേണ്ടി, മാനവകുലത്തിന് വേണ്ടി എല്ലാം വേണ്ടെന്ന് വെച്ചു. അവന് പറയുന്ന ഒരു നല്ല പേരുണ്ട്, നല്ല ശമരിയക്കാരൻ. ഓരോ മനുഷ്യനെ നോക്കണേ അവന്റെ ഇന്റൻഷൻ എന്താണ്. ഈ നല്ല ശമരിയക്കാരന്റെ ആ സംഭവം പറയുമ്പോൾ അവിടെ 3 കൂട്ടം ആളുകളെ കാണാം. ഒന്നാമത്തെ കൂട്ടർ കൊള്ളക്കാരാ, വഴിയെ പോയതിനെ കൊള്ളയടിച്ചു. അവർക്കൊരു തത്വശാസ്ത്രമുണ്ട്. അവരുടെ തത്വശാസ്ത്രം ഇതാണ്: വാട്ട് ഈസ് ദൈൻ ഈസ് മൈൻ. നിനക്ക് എന്തുണ്ടോ അതല്ല എൻ്റെ ആണ്. ദൈവത്തിന്റെ സഭയിലുണ്ട് അങ്ങനത്തെ കൂടുതൽ, ഉപദേശിമാരുടെ ഇടയിലുമുണ്ട്. അന്യൻ്റെതെല്ലാം സ്വന്തമാക്കാൻ വേണ്ടി ഏത് ഗിരിക്കും ഏത് ആത്മീയ മാർഗവും ഏത് കാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ പോളിസി ഇതാണ്, അവരുടെ തത്വശാസ്ത്രം ഇതാണ്: നിനക്ക് എന്തുണ്ടോ അതെല്ലാം എൻ്റെതാണ്. രണ്ടാമത്തെ കൂട്ടർ ആരൊക്കെയാണ്? ലേവ്യനും പുരോഹിതനും. അവർ നോക്കി, പക്ഷെ അവർ പോയി ശവമായി കിടക്കുകയാണെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് തന്നെ പ്രശ്നം റിസോഴ്സ് ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് അവരെ തന്നെ അവർ പ്രിസർവ് ചെയ്യുമായിരുന്നു. നല്ല കാര്യമാണ്. പക്ഷെ അവർക്കൊരു പോളിസിയുണ്ട്, തത്വശാസ്ത്രം ഇതാണ്: വാട്ട് ഈസ് മൈൻ ഈസ് മൈൻ. എനിക്കെന്തുണ്ടോ അതെല്ലാം എൻ്റെതാണ്, ഞാൻ നിനക്ക് തരിക. മൂന്നാമതായി യേശു ക്രിസ്തുവിന് തുല്യനായ ശമരിയക്കാരൻ. അവൻ വാഹനമുഖത്തിൽ നിന്ന് അടുത്ത് ചെന്നു, അവൻ്റെ മുറിവെല്ലാം വെച്ച് കെട്ടി എണ്ണയും മീനും പകർന്നു. വാഹനമൃഗം അവന് വേണ്ടി കൊടുത്തു. അവനെ വഴിയമ്പലത്തിൽ കൊണ്ടുവന്നു, പോക്കറ്റിൽ നിന്ന് പണം കൊടുത്തു. പോരാതെ വന്നാലും തരാമെന്ന് പറഞ്ഞു. അവൻ്റെ തത്വശാസ്ത്രം എന്താണെന്ന് അറിയാമോ? വാട്ട് ഈസ് മൈൻ ഈസ് ദൈൻ. എനിക്കെന്തുണ്ടോ അതെല്ലാം നിനക്കാം, അതെല്ലാം നിനക്കാം. അപ്പൊ തനിക്കുള്ളത് മുഴുവൻ നമുക്ക് വേണ്ടി തന്ന് നമ്മെ വീണ്ടെടുത്ത യേശുവിന്റെ സഭയിൽ നാം അവന്റെ സഭയുടെ ഭാഗമായി, അവന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായി തീർന്നപ്പോൾ നാം വീണ്ടും അവന്റെ മുറിവുകളെ വേദനിപ്പിക്കുന്നവരോ അതോ അവന് പ്രസാദം വരുത്തുന്നവരോ? അമ്മയൊന്ന് ശോധന. ഇവിടെ എഴുതിയിരിക്കുകയാണ്: ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ കർത്താവ് ഇപ്പൊ എവിടാ? നമ്മളൊക്കെ ഇവിടെ അല്ലേ? ശരിയാ, അകത്തുണ്ടെന്നാണ്. അകത്തുണ്ടെന്ന് ഞാനിപ്പോ പറയാം. പരസ്യവാദി ചെല്ലുമ്പോഴും കൺവെൻഷൻ ചെല്ലുമ്പോഴും ആവേശത്തോടെ പ്രസംഗിക്കും: ഇതോ അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. നിങ്ങളെല്ലാം കേട്ടോ? മുട്ട് കേട്ടോ? തുറന്നോ? സ്വീകരിച്ചോ? രക്ഷിക്കപ്പെട്ടോ? ഇത് അവരോടൊന്നും പറഞ്ഞ വാചകമല്ല, ദൈവത്തിന്റെ സഭയോടാ പറഞ്ഞത്. വാതിൽക്കൽ നിന്ന് മുട്ടുന്നെന്ന്. അകത്ത് നിൽക്കുന്നവന് മുട്ടേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ അമ്മാമേ, ഉണ്ടോ? ഇപ്പൊ കർത്താവ് എവിടായി? പുറത്തുപോയി. എപ്പോഴാ കർത്താവ് പുറത്തു പോയത്? രാജാവേ ഒന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീ അല്ലോ. അപ്പൊ രാജാവ് ഇപ്പൊ എവിടാ? വന്ന് വാഴണമെങ്കിൽ ഇപ്പൊ എവിടാ? പറ. ഹൃദയത്തിന് പുറത്ത്. സ്വയം സമ്മതിക്കുക. അർത്ഥം അറിയാതെ എഴുതുന്നെങ്കിലും സംഭവം സാധ്യമാണെന്നേ. രാജാവ് പുറത്താ. ഹൃദയവാതിലിന് പുറത്തായി, കുടുംബവാതിലിന് പുറത്തായി, സഭയുടെ വാതിലിന് പുറത്തായി. എപ്പോൾ അവൻ പുറത്തായി? നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴാ പുറത്തായതെന്ന്? എപ്പോഴാ കർത്താവ് പുറത്തു പോയത്?
എൻ്റെ കുഞ്ഞു പ്രായത്തിൽ തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്ന ഒരു ട്രാക്ട് ഉണ്ടാകും. നിങ്ങൾ കണ്ടാണ്, ചെറിയൊരു ബുക്കിലെറ്റാണ്. തുടക്കത്തിൽ തമ്പിയുടെ ഹൃദയം കാണിക്കും. തമ്പിയുടെ കൊച്ചു ഹൃദയത്തിനകത്തോട്ട് തേവ്, പാമ്പ്, തവള, അരണ എന്ന് വേണ്ട എല്ലാ ക്ഷുദ്രജീവികളും കയറി ഹൃദയത്തിനകത്തിരിക്കുക. കുശൃതി, കുന്നായ്മ, കുശുമ്പ്, പാപം, തിന്മ, ദോഷം, ഇതെല്ലാം ഹൃദയത്തിന്റെ അകത്ത് കയറിയിരിക്കുക. നിങ്ങളുടെ ആരുടെയും രോഗത്തുണ്ടോ? കുഞ്ഞുങ്ങൾ ഇരിപ്പ് കണ്ട പേടിച്ചിരിക്കുക. ഇപ്പൊ പുറത്ത് ചാടിക്കാനും ഒക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇത് മൊത്തം അകത്തിരിക്കുക. ദൈവത്തിന്റെ വചനം അവനോട് പറഞ്ഞു. ഉടനെ തമ്പി ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തി. ഹൃദയത്തെ 2 മുറിയായിട്ട് അത് തിരിച്ചു. ഇപ്പുറത്തെ മുറിയിലോട്ട് ഒരു മുറിയിലോട്ട് ഇതിനെല്ലാം കൂടെ തള്ളി നീക്കി ഒതുക്കിട്ട് വന്നു വാഴണമേ. പകുതി നിർത്തിയേക്ക, വാ കയറ, ഇങ്ങോട്ട് കയറ, പകുതി ഭാഗം ശുദ്ധീകരിച്ചേക്ക. കർത്താവ് വന്നോ വന്നില്ല. കുറെ കൂടെ കഴിഞ്ഞപ്പോ തമ്പിക്ക് മനസ്സിലായി ഇതുകൊണ്ട് നടക്കുകയായിരുന്നു. അവസാനത്തെ ചെള്ളിനെ വരെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കി ശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ ആര് വന്നു? യേശു അവന്റെ ഹൃദയത്തിനകത്ത് വന്നു. എന്തായാലും പാടുന്നത് കൊണ്ട് നിങ്ങൾ വിളിച്ചു പറയുന്നു തമ്പുരാൻ അകത്തില്ലെന്ന്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ യേശു വന്നാൽ അകത്ത് കയറാൻ പറ്റിയ പരുവത്തിലാണോ? ആണോ? ഞാൻ ഒരിക്കൽ റോഡേ പോകുമ്പോൾ എൻ്റെ സഭയിൽ വന്നുകൊണ്ടിരുന്ന ഒരുത്തനാണ്. ഭാര്യ മക്കളെ ശരിക്കും വരുന്നുണ്ട്. മദ്യപിച്ച് വെക്ക് കെട്ട് പാമ്പ് കിടക്കുന്ന പോലെ വഴി കിടക്കും. ഭാര്യ മക്കളും എൻ്റെ കൂടെ. ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി ഓടി ചെന്നിയോ, സഹോദരൻ എഴുന്നേറ്റ് പാന്ന് പറഞ്ഞ് വിളിച്ചോ? ഇല്ല. ഞാൻ ആരെയും എന്നെ കാണുന്നുണ്ടോ 4 വശത്ത് നോക്കിയിട്ട് ഒരു പരുവത്തിന് വണ്ടി ഒരു സൈഡിൽ കൊടുക്കി ഒറ്റ പോക്ക് പോയി. കാര്യം എന്താണെന്നറിയാമോ? ഇവനെ എൻ്റെ വണ്ടി കയറ്റാനും കൊള്ളുകയല്ല, ഇവൻ എൻ്റെ സഭയിൽ വന്നുകൊണ്ടിരുന്നവനാണെന്ന് പറയാനും കൊള്ളുകയല്ല. ആ പരുവത്തിലാണ്. അവനുമായി അകന്നു കഴിയുവാൻ, അവനുമായി അകൽച്ച ഉണ്ടാക്കുവാൻ ഞാൻ ശ്രമിച്ചു. കാരണം അവന്റെ അനുഭവം അതാണ്. രക്ഷിക്കപ്പെട്ട നാളിൽ കർത്താവിന്റെ ഹൃദയത്തിൽ വന്നു. സിൻസിയറായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴാ കർത്താവ് അകത്തുണ്ടോ? ഉണ്ടോ? ആരും ഉണ്ടെന്നും ഇല്ലെന്നും എന്നോട് മറുപടി ഉള്ള മനസാക്ഷി ചോദിച്ചാൽ കർത്താവ് ഇപ്പോഴകത്തുണ്ടോ? ഒരു തിന്മയകത്ത് നിന്നാൽ കർത്താവ് അകത്ത് നിൽക്കത്തില്ല. എപ്പോഴാ കർത്താവ് പുറത്തു പോയത്? ദൈവത്തിന് ഇഷ്ടമില്ലാത്തതും ദൈവത്തിന് ഹിതകരമല്ലാത്തതും നീ ചിന്തിച്ചു തുടങ്ങിയപ്പോഴേ കർത്താവ് പുറത്തുപോയി. കാര്യം കള്ളു കുടിച്ചിട്ട് വഴി കിടക്കുന്നതിനെ കണ്ടപ്പോഴേ ഉപദേശം എന്ത് ചെയ്തു? വഴിതിരിഞ്ഞു പോയി. ഇതുപോലെ കർത്താവിന് ഇഷ്ടമല്ലാത്തതെന്ന് ഹൃദയത്തിൽ കയറിയാൽ ആ പാപത്തോട്, ആ തിന്മയോട്, ആ അശുദ്ധിയോട് ഒപ്പം നിന്റെ ഹൃദയത്തിൽ, നിന്റെ ജീവിതത്തിൽ കർത്താവിന് വസിക്കാൻ കഴിയില്ല. കർത്താവ് പുറത്തു പോയിരിക്കും. എന്നാൽ നിന്നോടുള്ള സ്നേഹം കൊണ്ട് അവൻ വീണ്ടും നിന്റെ ഹൃദയവാതിക്കൽ മുട്ടുകയാണ്. എന്റെ മകളെ, എന്റെ മകനെ, നിന്നോടുകൂടെ കൂട്ടായ്മയായിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അശുദ്ധിയെ വിട്ടുകളഞ്ഞ് പൂർണ്ണ ശുദ്ധീകരണം പ്രാപിച്ച് എന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക. ഇത് ഓരോ കുടുംബത്തോടുമുള്ള ദൂത. വീടിനകത്തുനിന്ന് കർത്താവ് എപ്പോഴും ഇറങ്ങിപ്പോയത് ദൈവഹിതമല്ലാത്തത് ആ വീട്ടിൽ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവഹിതമല്ലാത്ത സംഭാഷണങ്ങൾ വന്നപ്പോൾ, ദൈവഹിതമല്ലാത്ത ഇടപാടുകൾ വന്നപ്പോൾ, ദൈവഹിതമല്ലാത്ത ചില കാര്യങ്ങൾ അവിടെ നടന്നപ്പോൾ വീടിനകത്തു നിന്ന് കർത്താവ് ഇറങ്ങിപ്പോയി. ക്രിസ്ത്യാനി പക്ഷത്തിന്റെ വീട്ടിൽ ക്രിസ്തു ഉണ്ടോ? ലവോദിക്ക സഭയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഞാൻ പുറത്താണ്, വാതിൽ തുറക്കുമോ? കർത്താവ് സഭയ്ക്കകത്തുണ്ടോ? വേദനയോടാണ് ഞാൻ പറയുന്നത്, ശരിക്ക് ശോധന ചെയ്യാനാണ് പറയുന്നത്. ഇന്ന് കർത്താവ് നിന്റെ സഭയ്ക്കകത്തുണ്ടോ? കർത്താവ് നിന്റെ ജീവിതത്തിനകത്തുണ്ടോ? കർത്താവ് നിന്നിൽ ഉണ്ടോ? കർത്താവ് നിന്റെ കുടുംബത്തിലുണ്ടോ? അവൻ പറയുന്നു, ഇതാ ഞാൻ വാതിക്കൽ, ഇതാ ഞാൻ വാതിക്കൽ, ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആ സഭയുള്ള ദൂതിന്റെ തുടക്കം മുതൽ വായിച്ചേ. ഇങ്ങനെ ശീതമാനുമല്ല ഉഷ്ണമാനുമല്ല ശീതോഷ്ണമാനാകാൻ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമ്മണുകളെ. 17-ാമത്തെ വാക്യം പ്ലീസ്. ഞാൻ തലവാൻ സമ്പന്ന
ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല. ഇവ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ക്ലെയിമുണ്ട്. ഞാൻ ആരാ? ധനവാൻ, സമ്പന്നന. ഞാൻ ശരിക്കൊന്ന് ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിലൊരു ചിന്തയില്ലേ, എനിക്ക് പണം എന്നെ കൊണ്ടൊന്നും നടക്കും? ഇന്ന് സഭകളെ വരെ സ്വാധീനിക്കുന്നത് ഈ മാമോനല്ലേ? അല്ലേ? അധികാര സ്ഥാനങ്ങളിലേക്ക് വരുവാനുള്ള ആളുകളെ സ്വാധീനിക്കുന്നത്, അല്ലെ അവർ ജനത്തെ സ്വാധീനിക്കുന്നത് ഈ മാമോനെ കൊണ്ടല്ലേ? ദൈവസഭ മണി പവറിനും മാൻ പവറിനും കീഴ്പ്പെട്ടു പോകുന്നില്ലേ? ദൈവജനം പണത്തിന്റെ മുൻപിൽ അടിപതറുന്നില്ലേ? എനിക്ക് പണമുണ്ട്. ലവോദിക്ക എന്ന് പറയുന്ന സ്ഥലം ചുറ്റുപാടുള്ള പ്രദേശങ്ങളെ അനുസരിച്ച് ആളോഹരി വരുമാനത്തിൽ മുൻപിൽ നിന്ന സ്ഥലമാണ്, സമ്പന്നമായ സ്ഥലമാണ്. ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്ക് ഒന്നിനും മുട്ടില്ല. ഇവിടെ വരുമ്പോ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇതുപോലെ ചില ക്ലെയിമില്ലേ? ഒരിക്കലൊരു അമ്മച്ചി എൻ്റെ കൂടെ, എന്നെ കണ്ടില്ല, ഞാൻ മുമ്പനാട്ട് വന്നിട്ട് തിരുവല്ലായ ദിവസം കയറി കൊട്ടാരക്കരയ്ക്ക് പോകുമ്പോൾ അമ്മച്ചി ചെങ്ങന്നൂന്ന് കയറി ഭയങ്കരത്തുള്ള പാലായിൽ നിന്ന് വരുന്ന വണ്ടി അവിടെ നിന്നുള്ള പെൺപിള്ളേരൊക്കെ നേരത്തെ സീറ്റ് പിടിച്ചിരിക്കുക. അമ്മച്ചി കയറിയിട്ട് പറഞ്ഞു എനിക്കിരിക്കാൻ സീറ്റ് തരാൻ പറഞ്ഞു. കൊടുത്തില്ല. പിന്നെ പതിനെട്ടി കൊച്ചുങ്ങളെ എനിക്കൊരു സീറ്റ് താടിയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ തിരുവനന്തപുരത്തിനല്ലേ, അവരാരും എഴുന്നേറ്റില്ല. ഞാൻ മുമ്പിലുള്ള സീറ്റിലിരിക്കുക. എടീ, ഞാനാണെന്ന് നിനക്കൊക്കെ അറിയാമോ? നീയൊക്കെ ചിരിക്കുന്നു, കളിയാക്കുന്നു. എന്നെ എങ്ങനെ കാണുന്നതെന്ന് അറിയാമോ? ഞാൻ വീട്ടിൽ ചെന്ന് എന്നെ അമ്മച്ചി വിളിച്ച തുണിയെല്ലാം കഴിയുന്നത്, എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം തന്ന് അവിടെ എന്നെ സംരക്ഷിച്ച് എന്നെ കൈവെല്ലാം കൊണ്ടു നടക്കാൻ ആളുണ്ട്. ഞാൻ ആരാണെന്ന് അറിയാമോ? കർത്താവിന്റെ ദാസിയ, എന്നിട്ട് ദൈവദാസിയായി ഞാൻ പറഞ്ഞപ്പോൾ നീയൊക്കെ ആക്ഷേപിക്കുന്നു. പിള്ളേർ വീണ്ടും ചിരിച്ചു. അപ്പോൾ ഞാൻ ദൈവദാസിയെ പ്രാർത്ഥിച്ച് നിന്നെയൊക്കെ ശരിയാക്കുന്നു. എന്റെ തമ്പുരാനെ, എനിക്ക് തല പൊക്കാനും വയ്യ, തിരിയാനും വയ്യ. ഞാൻ മുമ്പിലത്തെ കമ്പിയിലോട്ട് കവന്നൊറ്റ കിടപ്പാ. കാര്യം എന്താണെന്നറിയാമോ? അബദ്ധത്തിൽ ഞാനൊന്ന് തിരിഞ്ഞ് എൻ്റെ മുഖം കണ്ടുപോയാൽ അമ്മച്ചി ചോദിക്കും, അയ്യോ റീസ്മന്തായ പാസ്റ്റർ ദൈവദാസനെ എവിടെ പോയതാ? അതുകൊണ്ട് സകല ഇടപാടും തീരും. അപ്പൊ അമ്മച്ചിയുടെ അകത്തൊരു ആത്മീയ അഹങ്കാരമുണ്ട്. എനിക്കൊരു സമ്പന്നതയുണ്ട്, ആത്മീയ സമ്പന്നത. ഞാൻ പ്രാർത്ഥിച്ചാൽ നിന്നെയൊക്കെ തമ്പുരാൻ ശരിയാക്കും. പിന്നെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ജനതയെല്ലാം തമ്പുരാൻ കൊടുക്കാൻ പോകല്ലേ? അവൻ അയൽക്കാരനെല്ലാം നശിപ്പിക്കണേന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ ധനവാൻ, എനിക്ക് എന്തൊക്കെ ഉണ്ടെന്നുള്ള ഭാവം, അഹന്ത, അഹങ്കാരം ഇന്നത്തെ സഭയുടെ ആത്മീയതയേക്കാൾ എന്തോ ഉണ്ടെന്നുള്ള അഹങ്കാരം ഇന്നത്തെ സഭയ്ക്കില്ലേ? എപ്പിസ്കോപ്പൽ സഭകളെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു. പെന്തക്കോസ്ത് സഭകളെ നോക്ക്. ഇന്ന് സഭയെ നിയന്ത്രിക്കുന്ന എന്താ? പണമാണ്. ഞാനൊരു ജേണലിൽ വായിച്ചു, ഇന്ത്യ ഒരു കാലത്ത് ഭരിച്ചിരുന്നത് നല്ല രാഷ്ട്രീയക്കാരായിരുന്നു, എന്നാൽ ഇന്ന് ഭരിക്കുന്നത് ബിസിനസ്സുകാരാണ്. ഞാൻ വിശകലനം ചെയ്തത് ശരിയാണ്. ജവഹർലാൽ നെഹ്റു തൊട്ട് രാജേന്ദ്ര പ്രസാദ് തൊട്ട് ഇന്ദിരാഗാന്ധിയിലെയുള്ള പ്രധാനമന്ത്രിമാരെയൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്ത് അവരൊക്കെ രാഷ്ട്രത്തിന്റെ കെട്ടുറപ്പും അഭ്യുന്നതയും ലക്ഷ്യമാക്കിയിരുന്ന രാഷ്ട്ര മീമാംസകരായിരുന്നു. ഒരു കാലത്ത് ദൈവത്തിന്റെ സഭയെ നയിച്ചിരുന്നത് ദർശനമുള്ള, വെളിപ്പാടുള്ള, ദൈവകൃപയുള്ള, ആത്മീയ കാഴ്ചപ്പാടുള്ള, വചനത്തിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്ന പ്രാർത്ഥന വീരന്മാരായ ഭക്തന്മാരായിരുന്നു. ഇന്നോ ഭക്തി, പ്രാർത്ഥന, വീര്യമൊക്കെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോ സഭയെ നന്നാക്കി. നേരത്തെ ഞാൻ പറഞ്ഞ രണ്ട് പവർ ഉണ്ടെങ്കിൽ അധികാരത്തിന്റെ കസേരയിൽ വരാം. അത് സംഘടനയുടെ തലപ്പത്തേ വരത്തുള്ളൂ. ജീവനുള്ള ദൈവത്തിന്റെ സഭയായി ജീവനുള്ള ആലയത്തിന്റെ ആത്മീയ ഔന്നത്യത്തിലേക്ക് വരുവാൻ അവർക്ക് കഴിയുകയില്ല. അതിന് ദൈവം ഭക്തന്മാരെ വേറെ ആക്കിയിട്ടുണ്ട്. അത് പണം നോക്കിയല്ല, അത് പദവി നോക്കിയല്ല, അത് അവന്റെ വിദ്യാഭ്യാസം നോക്കിയല്ല. അവനിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപ, ദൈവസന്നിധിയുള്ള സമർപ്പണത്തോടെ അവൻ ഏറ്റെടുത്തതായ ദൈവത്തിന്റെ കൃപയാൽ പ്രാപിച്ചെടുത്തതാണ്. സഭയെ ആത്മീയൻ നയിക്കട്ടെ, ദൈവകൃപയുള്ളവൻ നയിക്കട്ടെ, പ്രാർത്ഥിക്കുന്നവൻ നയിക്കട്ടെ. ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറയും. നിനക്ക് ഏറ്റവും വലിയ ദോഷമുണ്ട്. ലവോദിക്ക സഭയോട് പറയുകയാണ്, നീ ഭാഗ്യവാനാണെന്ന് പറഞ്ഞു നടക്കും, പക്ഷേ നീ ആരാണ്?
ഭാഗ്യവാൻ, അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ, നഗ്നൻ. ഇത് നീ അറിയാതിരിക്കുക. ഇപ്പോഴ് ആത്മീയ കാഴ്ചപ്പാടില്ലാത്തവൻ, കുരുടൻ, നഗ്നൻ. വ്യാഖ്യാനിക്കാൻ പോയാൽ ഒരുപാട് സമയമെടുക്കും. സമയം തീരാറായി എനിക്കറിയാം. ഈ അവസ്ഥയിൽ കഴിയുന്ന നീ ഇതൊന്നും തിരിച്ചറിയാതിരിക്കുക. ശരിയായ കാഴ്ചപ്പാടില്ലാത്തപ്പോഴാണ് സ്റ്റിയറിംഗ് മാറി പിടിക്കുന്നത്, തലപ്പതിയാടാൻ ശ്രമിക്കുന്നത്. ദർശനത്തിന്റെ കുറവാണ് നീ. ഈ ആത്മീയ അന്ധതയെ കുറിച്ചും കുരുടിനെ കുറിച്ചും പഠിക്കുമ്പോൾ രണ്ട് കാര്യം മനസ്സിലാക്കണം. കാണേണ്ടതിനെ കാണേണ്ടത് പോലെ കാണാത്തവനും കാണേണ്ടത് കാണാത്തവനും കുരുടനാണ്. പ്രവാചകന്റെ അടുക്കൽ പ്രവാചക ശിഷ്യൻ വന്ന് പറഞ്ഞു, അങ്ങ് ദൂരെ നിന്ന് ശത്രുക്കൾ വരുന്നു, രഥങ്ങളും കുതിരകളുമായിട്ട്, വില്ലും വാളും പടയുമായിട്ട് നമ്മളെ തകർത്തുകളി പേടിച്ചാവായുന്നത്. അവൻ കണ്ടില്ലേ? കണ്ടു. കോട്ടയുടെ മുകളിൽ ഗോപുരത്തിൽ കാവലിരിക്കുന്ന കാവൽക്കാരൻ കാണേണ്ട കാര്യം അവൻ കണ്ടു. കോട്ട മുകളിൽ പോയില്ല അവൻ. ഇതിൽ കൂടി കാഴ്ച എന്താ? പക്ഷെ പ്രവാചകൻ പറയാം, യഹോവേ ഇവന്റെ കണ്ണ് തുറക്കണമേ. കർത്താവ് ഇതിൽ കൂടിയ കണ്ണെന്നാ തുറക്കാൻ. പ്രവാചക ശിഷ്യ, നീ ദൈവത്തിന്റെ പൈതലാണ്. ലോകത്തെ അല്ല നീ കാണേണ്ടത്. ഈ ലോകത്തിന്റെ തിന്മയല്ല നീ കാണേണ്ടത്. ലോകത്തിന്റെ ശത്രുതയല്ല കാണേണ്ടത്. നിന്റെ ജഡത്തിന്റെ കണ്ണല്ല തുറക്കേണ്ടത്. നിന്റെ അകക്കണ്ണ് തുറക്കട്ടെ, ആത്മദൃഷ്ടി പ്രകാശിക്കട്ടെ. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നന്മ കാണട്ടെ. ദൈവം അവന്റെ കണ്ണു തുറന്നപ്പോ അവൻ പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് അഗ്നി അശ്വങ്ങളും അഗ്നിരഥങ്ങളും ഇറങ്ങി വരുന്നു. ദൂരെ നിന്ന് വരുന്ന ശത്രുവാണോ, സ്വർഗത്തിൽ നിന്ന് വരുന്ന അഗ്നി അശ്വങ്ങളും അഗ്നിരഥങ്ങളുമാണോ? ഏതാ നിനക്ക് വലുത്? നിന്റെ കണ്ണ്, ജഡത്തിന്റെ കണ്ണ് ലോകത്തിന്റെ ശത്രുവിനെ കാണാൻ നിന്നെ സഹായിക്കുമ്പോൾ, നിന്റെ ആത്മദൃഷ്ടി തുറന്നാൽ, ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ, ആത്മീയ വെളിപ്പാടുണ്ടായാൽ ദൈവം ഒരുക്കിയിട്ടുള്ള ദൈവിക നന്മകളെ കാണാൻ കഴിയും. ഈ നാളുകളിൽ നീ എന്ത് കാണുന്നു? രണ്ട്, കാണേണ്ടത് പോലെ കാണാൻ കഴിയണം. യേശുവിന്റെ അടുക്കൽ ഒരു കുരുടനെ കൊണ്ടുവന്നു. കുരുടനെ നിർത്തി. യേശു അവന്റെ കണ്ണിൽ തൊപ്പി. കഴിയൊക്കെ കഴിഞ്ഞ് വെച്ച്, മോനെ കാണാമോ? കാണാം. എന്തോ കാണാം? മനുഷ്യരെ കാണാം. എങ്ങനെ കാണാം? അവർ മരങ്ങൾ നടക്കുന്നത് പോലെ നടക്കുന്നു. മരം നടന്നിട്ടുണ്ടോ ഇവിടെ? അവൻ കുരുടനായിരുന്നു. അവൻ പറയാ, മരം നടക്കുന്ന പോലെ നടക്കുന്നു. ആരാ? മനുഷ്യർ. അവൻ കണ്ടു, കണ്ണ് തുറന്നു, കാഴ്ചയുണ്ടോ? ഉണ്ട്. പക്ഷെ കാണേണ്ട മനുഷ്യനെ പോലല്ല കണ്ടത്, മരത്തെ പോലെ. ഒരു മരത്തിന്റെ ശിഖരം വെട്ടാനും ഒരു മരം മുറിക്കാനും നമുക്ക് യാതൊരു കുഴപ്പമില്ല. മരം അല്ലെങ്കിൽ മുറിക്കും. പക്ഷെ മനുഷ്യന്റെ കൈ വെട്ടാനും കഴുത്ത് വെട്ടാനും തക്കവണ്ണം മനസാക്ഷിയുള്ള ആരും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാണേണ്ടത് പോലെ കാണാതെ ഇരുന്നാൽ ദൈവം ആഗ്രഹിക്കാത്ത, ദൈവം ഇഷ്ടപ്പെടാത്ത ചില ഇടങ്ങളിൽ തകർക്കുവാനും മുറിപ്പെടുത്തുവാനും നിന്റെ ഭാഗികമായ കാഴ്ച നിനക്ക് പ്രേരണയായി മാറും. നീ അന്ധനായിരുന്നെങ്കിൽ അത് വരത്തില്ല. ആത്മീയമായി ഭാഗിക അന്ധത അല്ലെങ്കിൽ ഭാഗിക കാഴ്ചപ്പാട് വന്നപ്പോൾ നിനക്ക് ചിലതൊക്കെ തോന്നും, വേണ്ടാത്ത തരത്തിലാണ്. ആത്മാവിന്റെ ദർശനം, ദൈവകൃപയുടെ ദർശനം, ദൈവിക ദർശനം അതിന്റെ പൂർണ്ണമായി പ്രാപിക്കാത്തവൻ ദൈവത്തിന്റെ സഭയോടുള്ള ബന്ധത്തിൽ, ദൈവജനത്തോടുള്ള ബന്ധത്തിൽ, ദൈവദാസന്മാരുടെ ബന്ധത്തിൽ കരുതിയാടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ കണ്ണിൽ എഴുതേണ്ടത് ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ലേവം വിലയ്ക്ക് വാങ്ങിക്കൊള്ളട്ടെ. പൂർണ്ണമായ ഒരു കാഴ്ച നിനക്കുണ്ടാകണം. ശരിയായ ഒരു വെളിപ്പാടുണ്ടാകണം. ഞാൻ പ്രാർത്ഥിച്ചതാ, പ്രവാചകൻ ദൂത് പറഞ്ഞതാ, ആളുകൾ എന്നോട് പറഞ്ഞതാ, എല്ലാം കേട്ടിട്ട് എടുത്ത് ചാടുന്നത് കർത്താവിന്റെ അടുക്കൽ വന്നാണ് കാഴ്ച കൊടുത്തിട്ട് പോലെ ഭാഗികമായി കണ്ടപ്പോൾ അവൻ മനുഷ്യരെ മരം നടക്കുന്നത് പോലെയാ കണ്ടത്. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് ലഭിച്ചതായ കാഴ്ചപ്പാട്, ദർശനം ഏതളവിലുള്ളതാണെന്ന് വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞ് ശോധന ചെയ്യുവാൻ ദൈവത്തിന്റെ പാദപീഠത്തിൽ നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. കുരുടൻ, നഗ്നൻ, ദരിദ്രൻ. വ്യാഖ്യാനിക്കാൻ സമയമില്ല, വായിച്ചത് ബാക്കി വേഗത്തിൽ വായിക്കാം. ഇവിടെ നീ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? ലവോദിക്കയിൽ പൊന്നുണ്ട്, പക്ഷെ നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതി കഴിച്ച പൊന്ന്, ഭാരത പങ്കച്ച കെട്ടിയവൻ, ദൈവനാമത്തിന്റെ തീയിലൂടെ ഒന്ന് പുറത്തു വന്നവൻ, തീയിലൂതി കഴിച്ച പൊന്ന് അവനെ വിലയ്ക്ക് വാങ്ങിക്കൊള്ളുക. അടുത്തത്, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന്
വെള്ളയുടുപ്പ്, വിശുദ്ധിയുടെ ഉടുപ്പ്. ഞാൻ വെള്ളയുടുപ്പിട്ടോണ്ട് പറയാൽ ഈ വെള്ളയുടുപ്പിൽ അർത്ഥവും ഇതിനകത്ത് എന്തുമാകാം. എന്നാൽ ഈ ഉടുപ്പല്ല, അതിനപ്പുറത്തായിട്ട് ദൈവ തേജസ്സിന്റെ ഉടുപ്പ് നിന്റെ മേൽ വരണം. തേജസ്സിന്റെ ഉടുപ്പ് നഷ്ടപ്പെട്ടപ്പോൾ ആദം ഹവ്വമാർക്ക് നഗ്നതയുണ്ടായി. അതിന്റെ പാപം കാരണം അതിന്റെ പാപമാണ്. പാപം ചെയ്തപ്പോൾ നഗ്നത അവർക്ക് വെളിപ്പെട്ടു. അവരുടെ കണ്ണ് ഒരു തരത്തിൽ തെളിയേണ്ടത് പോലെയല്ല. ശരിക്കുള്ള കാഴ്ച കിട്ടിയല്ലോ, കുഴപ്പമാണ്. അന്ന് നിങ്ങളുടെ കണ്ണ് തുറക്കൊന്ന് പിശാചി വന്ന് കണ്ണ് തുറന്നു. പക്ഷെ തുറന്നത് നഗ്നത കാണാനാ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കണ്ണ് തുറന്നത് പാപം കാണാനാ. കണ്ണ് തുറന്നത് മ്ലേച്ഛത കാണാനാ. നിന്റെ കണ്ണ് തുറക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നീ ആലോചിക്കണം. നീ വെള്ളയുടുപ്പ് വാങ്ങിച്ചോണം. നിന്റെ നഗ്നത മറയ്ക്കാൻ, പാപത്തിന്റെ നഗ്നത മറയ്ക്കാൻ, തിന്മയുടെ നഗ്നത മറയ്ക്കാൻ, വിശുദ്ധിയുടെ വസ്ത്രാലങ്കാരത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ദൈവത്തെ ആരാധിക്കാൻ കഴിയണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില ഉള്ളങ്ങളോട് വളരെ കൃത്യമായി സംസാരിക്കുന്ന എനിക്കറിയാം. നിന്റെ മാനുഷികമായ ജീവിതത്തിൽ, നിന്റെ ലൗകികമായ ജീവിതത്തിൽ, നിന്റെ കൂട്ടുകെട്ടുകളുടെ ബന്ധത്തിൽ, നിന്റെ ജീവിതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തി, വിശുദ്ധ വസ്ത്രം ഇല്ലാതെയാക്കി നിന്നെ ആത്മീയ നഗ്നതയുടെ അനുഭവത്തിലേക്ക് ദുഷ്ടപിശാച് വലിച്ചടയ്ക്കുന്നുണ്ടെങ്കിൽ ആ നഗ്നത മറ്റുള്ളവരുടെ മുൻപാകെ പരസ്യകോലമാകാതിരിക്കാൻ വിശുദ്ധിയുടെ വസ്ത്രാലങ്കാരം നിനക്കുണ്ടാകട്ടെ. ദൈവത്തിന്റെ തേജസ്സിന്റെ വസ്ത്രം ഉടുക്കുവാൻ ഇടയാകട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് കുറവുകളെ ഏറ്റുപറഞ്ഞ് വീക്ഷിച്ച് നിലവിളിച്ച് ഉടുക്കുവാൻ വെള്ള വസ്ത്രം വാങ്ങിക്കൊള്ളുക. ജീവിത വിശുദ്ധിയുടെ വസ്ത്രം നീ വാങ്ങാൻ കഴിയണം. എപ്പോഴാ കർത്താവ് പുറത്തു പോയത്? നീ കുരുടനായപ്പോൾ. എപ്പോഴാ കർത്താവ് പുറത്തു പോയത്? നിനക്ക് ആത്മീയ ദാരിദ്ര്യം വന്നപ്പോൾ. എപ്പോഴാ കർത്താവ് പുറത്തു പോയത്? നീ സമ്പന്നനാണെന്ന് പൊങ്ങച്ചം പറഞ്ഞപ്പോൾ. എപ്പോഴാ കർത്താവ് പോയത്? വിശുദ്ധിയുടെ വസ്ത്രാലങ്കാരം നഷ്ടപ്പെട്ടപ്പോൾ. എപ്പോഴാ കർത്താവ് പോയത്? തേജസ്സിന്റെ വസ്ത്രം നിന്നിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ. കർത്താവ് നിന്റെ പുറത്തായി, ദൈവസഭയുടെ പുറത്തായി. തിരിച്ചറിയുക, തിരിച്ചറിയുക, തിരിച്ചറിയുക. അയ്യോ, ഞങ്ങളുടെ സഭ മുഴുവൻ പോയതാണ് പ്രസംഗിക്കുന്നത് അല്ല. ഇത് ലവോദിക്ക സഭയുള്ള ദൂതാണ്. ഈ കാലഘട്ടത്തോടുള്ള ദൂതാണ്. ഇന്നത്തെ ദൈവമക്കളോടുള്ള ദൂതാണ്. ഇന്നത്തെ അഭിഷിക്തന്മാരോടുള്ള ദൂതാണ്. എവിടെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റുപറയാൻ കഴിയണം. വെള്ളയുടുപ്പും വായിച്ചേ, വേഗത്തിൽ വായിച്ചേ. നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങട്ട്. കണ്ണിൽ എഴുതുവാനുള്ള ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങട്ട്. അടുത്തത്, എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ഞാൻ ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ ജാഗ്രതയുള്ളവരായിരിക്കാം, മാനസാന്തരപ്പെടുക. ദൈവത്തിന്റെ സഭയോട് പറയുകയാണ്, മാനസാന്തരപ്പെടുക. റോമാലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള നന്മ പൂർണ്ണ പ്രസാദമുള്ള ദൈവഹിതമെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ലവോദിക്ക സഭയോട് ആവർത്തിച്ചു പറയുന്നു, മാനസാന്തരപ്പെടുക. പുറത്തുള്ളവരോടല്ല, അകത്തുള്ള ദൈവത്തിന്റെ ജനത്തോട് ഏതെങ്കിലും കാര്യത്തിൽ ഒരു മാനസാന്തരം ആവശ്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്റെ ഹൃദയത്തോട് പറയുന്നുവെങ്കിൽ, നിന്റെ അന്തരംഗത്തോട് ഇടപെടുന്നുവെങ്കിൽ, ദൈവത്തിന്റെ പൈതലെ ശരിയായ ഒരു മാനസാന്തരത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയട്ടെ. മാനസാന്തരപ്പെടുക. അടുത്തത്, ഞാൻ വാതിൽക്കൽ നിന്ന് ഓട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അവൻ അകത്ത് വരണമെങ്കിൽ നീ വാതിൽ തുറക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നിന്റെ മാനസാന്തരമാണ് വാതിൽ തുറക്കുന്നതിന്റെ താക്കോൽ. നിനക്കുണ്ടാകുന്ന മാനസാന്തരമാണ്, നിനക്കുറവ് തിരിച്ചറിയുന്നതാണ്, അത് ഏറ്റുപറയുന്നതാണ്. അതേ വാതിൽ തുറക്കുന്നതിന്റെ താക്കോൽ. അവന് വേണ്ടി വാതിൽ തുറക്കാൻ കഴിയട്ടെ. അവനകത്തോ പുറത്തോ, കർത്താവേ, എന്നെ അങ്ങ് അറിയുന്നു, എന്റെ ഹൃദയത്തെ അങ്ങ് അറിയുന്നു, എന്റെ ജീവിതത്തെ അങ്ങ് അറിയുന്നു. എന്നെ ശുദ്ധീകരിക്കണമേ. ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ. എന്റെ കുറവുകളെ ഒന്ന് മാറ്റി തരണമേ. എന്റെ കണ്ണുകൾക്ക് കാഴ്ച ലഭിക്കുവാൻ, ആത്മീയ ദർശനം പ്രാപിക്കുവാൻ എന്റെ കണ്ണിൽ ആ ലേപം ഒന്ന് എഴുതണമേ. എന്റെ നഗ്നത മാറുവാൻ കർത്താവേ എന്നെ വെള്ളയുടുപ്പ് ധരിപ്പിക്കണമേ. എന്റെ ദാരിദ്ര്യം മാറുവാൻ ആ സമ്പന്നത എനിക്ക് തരണമേ. നീ ഊതിക്കാച്ചിയതായ പൊന്ന് എനിക്ക് തരണമേ. നിന്റെ നന്മയാൽ നീ എന്നെ നിറയ്ക്കണമേ. ആ ആത്മീയ സമ്പന്നതയിലേക്ക് എന്നെ മടക്കി കൊണ്ടുവരണമേ. വരണമെന്ന് പ്രാർത്ഥിച്ചാൽ പോരാ. കർത്താവ്, എന്നിൽ കുറവുണ്ട്, എന്നിൽ കുറ്റമുണ്ട്, എന്നിൽ പാപമുണ്ട്, എന്നിൽ അകൃത്യമുണ്ട്, എന്നിൽ വഴിവിട്ട ജീവിതമുണ്ട്, എന്നിൽ തെറ്റുണ്ട്. മനഃപൂർവ്വമായി ക്ഷമിക്കണമേ.
ഇല്ല കർത്താവേ, ഞാൻ ഇനി ആവർത്തിക്കില്ല, ഒരിക്കലും ആവർത്തിക്കില്ല, ഒരിക്കലും ആവർത്തിക്കില്ല. ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക്, ശരിയായ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ പൈതലെ നീ കടന്നു വരുന്നു എങ്കിൽ നിന്റെ വാതിൽ അതിലൂടെ നീ തുറക്കുകയാണ്. അരിമനാഥനകത്തേക്ക് പ്രവേശിക്കുകയാണ്. അവൻ അകത്ത് വന്നാൽ വെറുതെയല്ല വരുന്നത്, നിന്നോടുകൂടി ആത്മീയ കൂട്ടായ്മ അനുഭവിപ്പാനാണ്, ഒരുമിച്ച് അത്താഴം കഴിപ്പാനാണ്. അവനുമായൊരു നല്ല ആത്മീയ കൂട്ടായ്മയുണ്ട്, വിശുദ്ധ ജീവിതത്തിന്റെ ഒരു നല്ല ആത്മീയ കൂട്ടായ്മയുണ്ട്. ഇന്ന് വരെ അനുഭവിച്ചിരുന്ന വ്യത്യസ്തമായ ഒരു ആത്മീയ കൂട്ടായ്മ, ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാൻ വരും നാളുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് വേണ്ടിയാക്കട്ടെ. ചെറുതെങ്കിലും വലുതെങ്കിലും അറിഞ്ഞോ അറിയാതെയോ വന്നു പോയിട്ടുള്ളതായ ജീവിതത്തിന്റെ കൺവെൻഷത്തെ, പാപത്തെ, തെറ്റുകളെ, കുറവുകളെ മനഃപൂർവ്വമായി ദൈവത്തോട് ഏറ്റു പറയാം, മാനസാന്തരപ്പെടാം. അവൻ പ്രവേശിപ്പാൻ വാതിൽ തുറക്കാം. അവൻ അകത്ത് വരട്ടെ. എന്നിട്ട് പാട്, രാജാവേ വന്നു വാഴണമേ. അകത്ത് വന്നാ പിന്നത് പാടണ്ട. രാജാവേ വന്നു വാഴണമേ. അവൻ അകത്ത് വന്നാ പിന്നത് പാടണ്ട. അവൻ അകത്താണല്ലോ. അകത്ത് വരുന്നതിന് മുൻപ് ജീവിതത്തിൽ കുറവുകൾ ഏറ്റു പറഞ്ഞിട്ട് പാട്, അവനെ ക്ഷണിക്ക്. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ നീ അത്രേ. എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം, എന്റെ ജീവിതത്തിന്റെ ചുക്കാൻ, എന്റെ ജീവിത പടകിന്റെ ചുക്കാൻ കർത്താവേ എന്റെ കയ്യിലല്ല, നിന്റെ കയ്യിൽ തരുന്നു. ഞാൻ എന്നെ സമ്പൂർണ്ണമായി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവകരങ്ങൾ നന്ദി താഴ്ത്താം. ഇത്രയും അവസരം കർത്താവിന്റെ ദാസൻ സഭയ്ക്ക് നന്ദി. കേട്ടുകൊണ്ട് എല്ലാ ദൈവമക്കൾക്ക് നന്ദി. വെറുതെ ഒരു പ്രസംഗം കേട്ട് വിലയിരുത്തി മടങ്ങിപ്പോകരുത്. നിലനിൽക്കുന്ന അനുഭവം നിത്യതയും വലിയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഈ ദൂത്, ഈ സന്ദേശം ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഗുണം ചെയ്യട്ടെ, ദൈവാത്മാവിനെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇരിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ്.